Hello everyone, welcome to X and Y J channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് പേപ്പർ 2 ആണ്. ആൻഡ് പേപ്പർ 1ന്റെ സൊല്യൂഷൻ നിങ്ങൾ കണ്ടു കാണും. പേപ്പർ 1 ആയിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്ത് പേപ്പർ 2 അത്യാവശ്യം കളർഫുൾ ആണ്. കാരണം പേപ്പർ 2-ലത്തെ ക്വസ്റ്റ്യൻസ് പേപ്പർ 1 ആയിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്ത് അത്യാവശ്യം ലെങ്തി ആണ്. ഓക്കെ, സോ ലെങ്തി ആവാൻ കാരണം ക്വസ്റ്റ്യൻ ആണ് ലെങ്തി, ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ അല്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് അത് ഒരു കഥ പോലെ എഴുതിയിട്ടുണ്ട് ഇവർ. നമ്മളെ മെൻ്റൽ പ്രസൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അല്ലാതെ കോൺസെപ്റ്റ് വൈസ് അത്ര ടഫൊന്നല്ല. ലെങ്തി ആയിട്ടുള്ള സൊല്യൂഷൻസും കൂടുതൽ ക്വസ്റ്റ്യൻസിനും ഇല്ല. ഓക്കെ, സിമ്പിൾ സൊല്യൂഷൻസ് ആണുള്ളത്, നമുക്ക് കാണാം. ആൻഡ് പേപ്പർ 2-നെ നമുക്ക് ക്വിക്കായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. സോ മെക്കാനിക്സ് നിന്ന് 5 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് നിന്ന് പേപ്പർ 1-ൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചോദിച്ചിട്ടില്ല. ഓസിലേഷൻ ആൻഡ് വേവ്സ് നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ. ആൻഡ് മോഡേൺ ഫിസിക്സ് നിന്ന് 1 ക്വസ്റ്റ്യൻ, അത് എക്സ്റേ എന്നാണ്. ആൻഡ് ഒപ്റ്റിക്സ് നിന്ന് 3 ക്വസ്റ്റ്യൻ. ഓക്കെ, ടോട്ടൽ 17 ക്വസ്റ്റ്യൻ, സെയിം ആസ് പേപ്പർ 1. മാർക്സും സെയിം ആണ്, 60 മാർക്സ് ആണ്. ആകെ ഡിഫറൻസ് പാരഗ്രാഫ് ടൈപ്പ് ആണ് അവസാനത്തെ സെഷനിൽ വന്നത്. ഒരു പാരഗ്രാഫ് ഉണ്ടാവും, 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും ആ പാരഗ്രാഫ് ബേസ്ഡ് വിത്തൗട്ട് നെഗറ്റീവ് മാർക്കിംഗ്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ്, EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ ലൂപ്പ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക. ഞാൻ പറഞ്ഞല്ലോ, കഥ പോലെ എഴുതി വെച്ചതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞുതരാം. ഒരു ട്രയാങ്കിൾ റീജിയൻ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡുള്ള ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അതേ സെയിം സൈസിലൊരു ലൂപ്പും ഉണ്ട്. ഓക്കെ, സോ ഈ ലൂപ്പ് ഉൾട്ടയാണ്. സോ അത് താഴോട്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയും താഴോട്ട് വരുന്നു. ഓക്കെ, സോ അത് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ, മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF വിത്ത് റെസ്പെക്ട് ടു എക്സ് പറയുന്നത് ഈ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ വാല്യൂസ് ആണ്. സോ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഗ്രാഫാണ്. ആൻഡ് ഗ്രാഫ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ ഗ്രാഫും ക്വാളിറ്റേറ്റീവ് ഗ്രാഫാണ്. അവർക്ക് എക്സാക്റ്റ് വാല്യൂ വേണ്ട, എങ്ങനെയാണ് ഏകദേശം വരേണ്ടതെന്നാണ് മനസ്സിലാവേണ്ടത്. ഓക്കെ, നമുക്ക് ജോമെട്രി ഒക്കെ വെച്ച് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മെത്തേഡാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ അഡ്വാൻസ് ക്വസ്റ്റ്യൻ ഇട്ട വ്യക്തിയും അതാകും ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് പ്രതീക്ഷിച്ചത്. കാരണം വളരെ ടൈം സേവിങ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, ഈ എക്സ് വി വെലോസിറ്റിയിലാണ് വരുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു VT ആണ്. ഓക്കെ, വിത്ത് ടൈം ബേസ് ആക്കുകയാണെങ്കിൽ. ഓക്കെ, സോ ഫ്ലെക്സ് എന്നത് ഡെൽ ഫൈ എന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് EMF ഇൻറ്റു DT ആണ് അല്ലേ. ഓക്കെ, സോ ഈ DT ആണ് ആൻഡ് ഇത് ഡെൽ ഫൈ ആണ്. ഓക്കെ, സോ ഡെൽ ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്, ടോട്ടൽ ഫ്ലക്സ് ആണ്. സോ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ്. സോ ഫസ്റ്റത്തെ സിനാരിയോയിൽ ഫ്ലക്സ് നോക്കാം. ഫ്ലക്സ് എത്ര? ഫ്ലക്സ് പാസിങ് ത്രൂ ദി ലൂപ്പ് 0 അല്ലേ, കാരണം മാഗ്നറ്റിക് ഫീൽഡ് റീജിയൻ അവിടെയാണ്, ലൂപ്പ് അവിടെയാണ്. ഇനി അവസാനത്തെ കേസ് എങ്ങനെ ആവുക വിചാരിച്ചാൽ, ഈ ലൂപ്പ് ഇവിടെ എത്തും. ഓക്കെ, സോ ഇവിടെ ഒരു ഏകദേശം ഇങ്ങനെ ഉണ്ടാവും ലൂപ്പ്. ഓക്കെ, പുറത്തെത്തി. സ്റ്റിൽ ഫ്ലക്സ് എത്ര? 0 അല്ലേ. സോ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ ഫ്ലക്സ് ആർ 0. സോ ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു 0. മനസ്സിലായോ? ഓക്കെ, സോ അതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ആക്ച്വലി 0 എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ EMF ഉണ്ട്, DT ഉണ്ട്. ഈ DT നമുക്ക് മാറ്റാം, DXലേക്ക് ചേഞ്ച് ചെയ്യാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ DX ഇസ് ഈക്വൽ ടു VDT ആണ്. ഓക്കെ, സോ ആക്ച്വലി ഇറ്റ് ഈസ് DXലേക്ക് മാറ്റണം. സോ സോറി, DTനെ DXലേക്ക് മാറ്റണം. DX ഇങ്ങനെ വരും. ഓക്കെ, വെലോസിറ്റി ആണ്. സോ ആക്ച്വലി നമുക്ക് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, സ്കെയിലിംഗ് ഫാക്ടറാണ് ജസ്റ്റ്. ഓക്കെ, സോ ഡെൽറ്റ ഫൈ വിച്ച് ഇസ് ആക്ച്വലി ഈക്വൽ ടു 0. നമുക്ക് ഈ വീനെ പുറത്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആവാൻ വീനെ നമുക്ക് പുറത്തെടുക്കാം. 1/v എന്ന് എഴുതാം. സോ ബട്ട് ആക്ച്വലി ഈ ഫാക്ടർ 0 ആണെങ്കിൽ ഈ ടേം 0 ആവും. ഓക്കെ, v ഇസ് നോട്ട് 0. സോ ഈ DX 0 ആണ്. വാട്ട് ഈസ് EDS? ഇൻ്റഗ്രൽ EDX പറഞ്ഞാൽ ഈ എക്സ് ഗ്രാഫിൻ്റെ ഏരിയ 0 ആകണം. ഓക്കെ, അതാണ് കോൺസെപ്റ്റ് ഇവിടെ. അത് യൂസ് ചെയ്ത് നമുക്ക് ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഓരോ ഗ്രാഫിൻ്റെ ഏരിയ നോക്കി നോക്കാം, 0 ആവുണ്ടോ നോക്കാം. ഇത് നോക്കി, ഇത് ചെറുതാണ്, ഇത് വലുതാണ്. സോ 0 ആവില്ല. ഓക്കെ, ഇത് ഫുള്ള് നെഗറ്റീവാണ്. സോ ദിസ് ഇസ് നോട്ട് 0. ഏരിയ 0 ആണോ നോക്കാം. അല്ല, ഇനി ഇത് നോക്കും, ഇവിടെയും ഇത് ക്യാൻസലായി, ബട്ട് ഇത് പെൻഡിങ് ആണ്.
അവിടെ ഏരിയ നെഗറ്റീവ് ഏരിയ കിടക്കുന്നുണ്ട്. സോ അത് 0 അല്ല. ഇവിടെയാണ് ചാൻസ് ഉള്ളത്. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്, ഇതും ഏകദേശം സെയിം സൈസാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ സോൾവ് ആക്കാൻ. ഇനി നിങ്ങൾ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് തോന്നുകയാണ് വാട്ട് ഇസ് ദി റൈറ്റ് മെത്തേഡ്, മീൻസ് ജോമെട്രി ഒക്കെ വെച്ച് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ഇൻഡ്യൂസ്ഡ് EMF ഒക്കെ വെച്ച് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് ഓരോ കേസൊക്കെ എടുക്കാം. ആദ്യത്തെ ഫസ്റ്റ് കേസിൽ ഇങ്ങനെ ഉണ്ടാവും പൊസിഷൻ, രണ്ടാമത്തെ ലൂപ്പ് ഇവിടെ എത്തും, ദെൻ ലൂപ്പ് ഈ പൊസിഷനിലെത്തും. സോ ഇത് നമ്മൾ എക്സ് ആണെങ്കിൽ, സപ്പോസ് ഇത് നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണ്. ഓക്കെ, ഇത് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ലെറ്റ് മീ യൂസ് അനദർ കളർ. നമ്മുടെ ഈ പാർട്ട് മാത്രമാണ് എന്ത് ഫ്ലെക്സ് ആയിട്ട് കട്ടാവുന്നത്. സോ അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് നമുക്ക് എടുക്കാം, വിച്ച് മീൻസ് ഈ ലെങ്ത് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ അത് നമ്മൾ BLVയിൽ എഴുതുകയാണെങ്കിൽ BLV ഇതിൻ്റെ ഈ L എഫക്റ്റീവ് ആണ്. അത് എത്രയാണ്? ഇത് എക്സ് ആണെങ്കിൽ, ഓക്കെ, ഇത് ഫുൾ എക്സ് ആണെങ്കിൽ, ഇവിടുന്ന് ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ആകും അറിയോ? x/2 ആകും. ഓക്കെ, ഇത് ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, ഇത് 60 ആംഗിൾ ആണ്. അപ്പം അതിൻ്റെ ഈ ഓപ്പോസിറ്റ് ആംഗിൾ എന്ത് വരും? x/2 × 2/√3 എന്ന് വരും. സോ എല്ലാം ആക്ച്വലി എത്രയാണ് എന്ന് വെച്ചാൽ ദിസ് EMF x/2 BV x/2 2/√3 ഈ 2 ക്യാൻസൽ ആവും, which is actually BV/√3. ഓക്കെ, ആൻഡ് EMF ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ആണ്. ഓക്കെ, ആൻഡ് BVX. സോ ബട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മുടെ ഇവിടെ ഗ്രാഫ് നോക്കിയാൽ നെഗറ്റീവ് ആവട്ടോ വാല്യൂ, താഴോട്ടല്ല. ഓക്കെ, ഗ്രാഫ് നോക്കണേലും നെഗറ്റീവ് ആണ്. ഓക്കെ, കറക്റ്റ്. ഈ എല്ലിന് ശേഷമാണ് നമ്മളെ ഗ്രാഫൊക്കെ ചേഞ്ച് ആവുന്നത്. സോ എല്ല് എന്ന് പറയുന്ന കേസ് എക്സ് വാല്യൂ എല്ലാം ആണെങ്കിൽ എവിടെ എത്തണമെന്ന് അറിയാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലൂപ്പ് എക്സാക്ട്ലി ഇതാ ഇവിടെ എത്തും. ഓക്കെ, ഈ പൊസിഷനിൽ ഇവിടെ എത്തും, ഫുൾ കവറാവും. ഓക്കെ, അവിടെ നിന്ന് മുതലുള്ള അവിടെ നിന്ന് കുറച്ച് നീങ്ങാണ്. ആ കേസാണ് ഇനി നമുക്ക് വേണ്ടത്. അവിടെയാണ് ഗ്രാഫുകളൊക്കെ വ്യത്യാസം വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ കേസിലേക്ക് മാറാം. ഈ കേസിൽ നമ്മൾ എക്സ് എക്സ് ഈ പോയിന്റ് വരും, ഇസ് ദി എക്സ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ L. ഓക്കെ, ആ കേസാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഇവിടെ ആരൊക്കെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലുണ്ട്, ആരൊക്കെ ഫ്ലക്സിൻ്റെ ഉള്ളിലുണ്ട്? ഈ പാർട്ട് മാത്രമേ ഉള്ളൂ. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഫുൾ ഇതിൻ്റെ ഈ പാർട്ടും ഉണ്ട് കേട്ടോ. ഈ പാർട്ടും ഈ 3 പാർട്ടാണ് ഉള്ളത്. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എടുത്താലോ? ഈ എഫക്റ്റീവ് ലെങ്ത്ത് എടുക്കാം, എന്നിട്ട് ഈ പാർട്ടിൻ്റെ എഫക്റ്റീവ് ലെങ്ത്ത് മൈനസ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ജോമെട്രിയാണ്. സോ നമ്മൾ ഈ പാർട്ട് മാത്രമാണ് കാണേണ്ടത്. ഒന്നുകൂടി പറയുകയാണ്, ഈ പാർട്ട് മാത്രമാണ് കാണേണ്ടത്. സോ നമ്മൾ ഈ ട്രയാങ്കിൾ, ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ ലെങ്ത്ത് കാണും. ഈ ട്രയാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇത് ഏകദേശം x-L ആണ് വരിക. ഓക്കെ, x-L/2 അല്ല, x-L അല്ല വരിക. this is L. So x-L, correct. Okay, now നമുക്ക് ഇതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് ആണ്. ഇത് x/L ആണെങ്കിൽ ഈ ചെറിയൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ, ഇത് x/L ആണെങ്കിൽ ഇവിടുത്തെ ഇതെത്ര വരും? നേരത്തെ ചെയ്ത പോലെ ഇതെത്ര വരും എന്ന് വെച്ചാൽ how much it is? This length is x/L/√3 × 2. ഓക്കെ, അതാണ് x-L/√3. ഓക്കെ, അതാണ് ഒരു EMF. ഇവിടെ വരുന്ന EMF അത് നെഗറ്റീവാണ്. ഓക്കെ, സോ വിച്ച് ഈസ് ആക്ച്വലി നമ്മൾ EMF ചെയ്താണെങ്കിൽ = BV ആണ്. അവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് നെഗറ്റീവാണ് ബട്ട് പോസിറ്റീവായിട്ടുള്ള ഈ എലമെന്റ് ഇതാണ്. ഫുള്ള് നോക്കാം. ഇതെത്ര വരും അറിയാം? ഇറ്റ്സ് ആക്ച്വലി x/2. ഓക്കെ, ജോമെട്രി ആണ്, നോക്കിയാൽ മതി. ഇത് ഫുൾ എക്സ് ആണെങ്കിൽ ഇത് ആക്ച്വലി സിമെട്രിക്കൽ ഇമേജ് ആണ്. സോ ഇതിൻ്റെ അത് x/2 ആണ് വരിക. ഓക്കെ, സോ ജസ്റ്റ് ആക്ച്വലി ആഡ് ചെയ്യാം. ഓക്കെ, സോ വിച്ച് ഇസ് ആക്ച്വലി x/,
x/2 മേലുള്ള 2 x/√3 എന്ന് കിട്ടും ഈ ലെങ്ത്. ഓക്കെ, സോ ആ ലെങ്ത്ത് നിന്ന് ഈ ലെങ്ത്ത് മൈനസ് ചെയ്യാമെന്നാണ് ചെയ്തത്. ഇനി ഈ ലെങ്ത് ഉണ്ടല്ലോ, ഓക്കെ, വിച്ച് ഇസ് ആക്ച്വലി സെയിം ആസ് ദിസ് ലെങ്ത്, ബട്ട് ഇത് പുറത്തോട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇത് നെഗറ്റീവ് EMF ഇൻഡ്യൂസ് ചെയ്യും. സോ ഇതിനെ നമുക്ക് ഒന്നുകൂടി നെഗറ്റീവ് ഇടണം. ഞാനിവിടെയൊക്കെ ഇതാണ്, ഇത് -2 ആണ് നെഗറ്റീവ് EMF, 2x - L/√3. ഇത് നമ്മൾ സമപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടുക അറിയാം? E = BV -4x - 4L/√3 √3 വലുതായിട്ടുണ്ടാവും +x. സോ വിച്ച് ഇസ് ആക്ച്വലി ഈക്വൽ ടു, ഞാൻ ഇവിടേക്ക് ഇതാണ് E = BV -4x +x ഇസ് ആക്ച്വലി ഇവിടെ പ്ലസ് ആയിട്ട് വരാം. ഓക്കെ, ++. സോ +4L - 3x/√3 എന്ന് കിട്ടും. ഇനി നമ്മൾ ഗ്രാഫിലേക്കൊന്ന് പോയി നോക്കാം. ആൻഡ് ഗ്രാഫിലേക്കൊന്ന് പോയി നോക്കിയാൽ ഇതുണ്ടോ, EMF 0 എന്നൊരു പോയിന്റ് കാണണം. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ, നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഈ ലൈനിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. ആൻഡ് അതിൽ EMF 0 ആണെങ്കിൽ 4L = 3x ആവണം. സോ 4L = 3x ആവണം. സോ x = 3/4, സോറി, x = 4/3 L ആകണം. ഓക്കെ, സോ 4/3 L/2, 3L/2ൻ്റെ മുമ്പുള്ളതാണ്, 1.33 സംതിങ് ആണ് വരിക. സോ അതാകെ ഈ ഗ്രാഫിലാണ് വരുന്നത്. സോ ദിസ് ദി റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ മെത്തേഡല്ല ഏറ്റവും ഷോർട്ടസ്റ്റ്. എത്ര ടൈം എടുത്തു? എസ്പെഷ്യലി ഇൻ അഡ്വാൻസ് നമ്മൾ ടെൻസ് സിറ്റുവേഷനേക്ക് ഒന്നുകൂടി ടൈം എടുക്കും. സോ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, ഏറ്റവും ഷോർട്ടസ്റ്റ് വേ ചിന്തിക്കുന്നതാണ് അഡ്വാൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. A particle of mass m is under the influence of a gravitational field of body of mass capital M, which is very, very greater than m. The particle is moving in a circular orbit of radius r0 with the time period t0 around the mass capital M. അപ്പോൾ യൂഷ്വലി നമ്മൾ ഗ്രാവിറ്റേഷൻ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ പഠിക്കുന്നത് പോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വലിയ മാസ് ഉണ്ട്, അതിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ മാസ് അതിനെ റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഗ്രാവിറ്റേഷൻ്റെ കോൺസെപ്റ്റുകളായിരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ അടുത്ത സെൻറ്റൻസിലേക്ക് പോകും. ദെൻ ദി പാർട്ടിക്കിൾ ഈസ് സബ്ജക്റ്റഡ് ടു an additional central force. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്കറിയാം ഇവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് r0 ആണ് ഇതിൻ്റെ റേഡിയസ്, അതുപോലെ തന്നെ t0 ആണ് ടൈം പീരീഡ്, t0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഓൾറെഡി നമുക്കറിയാം ഈ സെൻട്രൽ പൊസിഷനിലുള്ള വലിയ പ്ലാനറ്റ് കാരണം ഈ പുറത്തുള്ള ഈ ഒരു ചെറിയ ഒബ്ജക്റ്റ് ഇതാ, ആ ഒബ്ജക്റ്റിന് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് ടുവേർഡ്സ് ദി സെൻറ്റർ. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത്. അത് കൂടാതെ ഒരു അഡീഷണൽ സെൻട്രൽ ഫോഴ്സും കൂടെ കൊടുത്തിരിക്കുകയാണ്, കറസ്പോണ്ടിങ് ടു ദ പൊട്ടൻഷ്യൽ എനർജി VR = m⁴/r³ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സും കൂടെ അത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ആൽഫ ഇസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ് ഒക്കെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് if the particle moves in the same circular orbit of radius r0 in the combined gravitational potential due to capital M and VCR, ഈ രണ്ട് ഫോഴ്സുകൾ അല്ലെങ്കിൽ ഈ രണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സുകളും കൂടെ വരുന്ന സമയത്ത് സെയിം റേഡിയസിൽ തന്നെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബട്ട് വിത്ത് എ ന്യൂ ടൈം പീരീഡ് t1, then t1² - t0² is given by എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, വായിച്ച് മനസ്സിലാക്കാൻ ഒരുപാടുണ്ട് അല്ലേ. അപ്പം ചുരുക്കി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. സാധാരണ നമ്മുടെ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ കാണുന്ന ചിത്രത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ചെറിയ ഒബ്ജക്റ്റിൻ്റെ മേലെ എന്തും കൂടെ വരികയാണ്, ഒരു അഡീഷണൽ ഫോഴ്സും കൂടെ വരികയാണ്. ഓക്കെ, അപ്പോൾ അഡീഷണൽ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ VC, അതിൻ്റെ ആ ഫോഴ്സ് കാരണം ഉള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് m⁴/r³ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഫോഴ്സ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾക്കറിയാം അഡീഷണൽ ഫോഴ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ റിലേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ /r³ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അല്ലേ. അപ്പം നമുക്ക് 3m⁴/r⁴ എന്ന് കിട്ടും. ഇതാണ് ഈ ഫോഴ്സ്. ഓൾറെഡി പിന്നെ എന്തുണ്ട്, ഓൾറെഡി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതെത്രയാണ്, അത് Gm
എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ മോഷനിൽ ഈ രണ്ട് ഫോഴ്സുകളും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്തുള്ള ടോട്ടൽ ഫോഴ്സ്, നമ്മുടെ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GMM/r സ്ക്വയറും അതിൻ്റെ കൂടെ എന്തുമുണ്ടായിരിക്കും 3m ആൽഫ ഡിവൈഡഡ് ബൈ r⁴. ഈ രണ്ട് ഫോഴ്സുകളും അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നുണ്ടാകും. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം റേഡിയസ് ആണ്. നേരത്തെ എന്ത് റേഡിയസ് ആണ് ഉണ്ടായിരുന്നത് അതേ റേഡിയസിൽ തന്നെയാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓഫ് കോഴ്സ് എന്ത് ചേഞ്ച് ചെയ്യും, ടൈം പീരീഡിൽ മാറ്റം വരും. ആ ടൈം പീരീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. ടൈം പീരീഡ് T0 ഇനീഷ്യലി ഉണ്ടായിരുന്ന ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4π² ഇൻറ്റു r0 ക്യൂബ് 4π² ഇൻറ്റു r0 ക്യൂബ് ഡിവൈഡഡ് ബൈ GM. ഇതാണ് നമ്മുടെ ടൈം പീരീഡിൻ്റെ ബേസിക് ഇക്വേഷൻ. എല്ലാവരും ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ഇതിൽ നമ്മുടെ പുതിയ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ സിറ്റുവേഷനിൽ ടൈം പീരീഡ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, 2πr0 ഡിവൈഡഡ് ബൈ V1 യൂസ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ ഡെഫിനറ്റ്ലി മാറ്റം വന്നിട്ടുണ്ടാകും. സെൻട്രിപിറ്റൽ ഫോഴ്സ് മാറിയത് കൊണ്ട് തന്നെ സ്പീഡിൽ ഡെഫിനറ്റ്ലി എന്ത് വന്നിട്ടുണ്ടാകും, മാറ്റം വന്നിട്ടുണ്ടാകും. അപ്പം എത്രയായിരിക്കും ഈ ഒരു പുതിയ സർക്കുലർ മോഷൻ? നമ്മൾ നേരത്തെ ഫിഗർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന സ്പീഡിനേക്കാൾ സ്പീഡ് മാറി, പുതിയ ഫോഴ്സ് വന്നപ്പോൾ പുതിയ സ്പീഡ് വന്നു. അപ്പം സെൻട്രിപിറ്റൽ അല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് അറിയാം എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് അത് സർക്കുലർലി മൂവ് ചെയ്യുന്ന സ്പീഡ് കണ്ടുപിടിക്കാൻ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും അല്ലെ. സെൻട്രിപിറ്റൽ ഫോഴ്സിനെ നമുക്ക് എങ്ങനെയും എഴുതാൻ പറ്റും, mv² ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറയുന്ന ഇക്വേഷൻ കൊണ്ടും എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഈ ഒരു ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സ്മോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനിത് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുകയാണ്. സോ ദെർഫോർ GM ഡിവൈഡഡ് ബൈ r0² പ്ലസ് 3m ആൽഫ ഡിവൈഡഡ് ബൈ r0 to the power 4 is equal to mv² ഡിവൈഡഡ് ബൈ r0² എന്നുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനിലേക്ക് അതിനെ റിലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് സ്മോൾ എം എല്ലായിടത്തും ക്യാൻസൽ ചെയ്യാം. r² മൊത്തത്തിൽ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ G∩M ഡിവൈഡഡ് ബൈ പ്രത്യേകിച്ച് ഒന്നും ഡിവൈഡ് ചെയ്യാനില്ല, റൈറ്റ്. എല്ലാം കട്ട് ചെയ്തിട്ട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പ്ലസ് 3 ആൽഫ ഡിവൈഡഡ് ബൈ r0² ഇസ് ഈക്വൽ ടു എന്താ വരാൻ പോകുന്നത്, റൈറ്റ് സൈഡിലുള്ള എമ്മും ക്യാൻസൽ ചെയ്ത് പോയത് തന്നെയാണ്, ഈക്വൽ ടു V² എന്ന് വരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തി, നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡിലെത്തി. ഇങ്ങനെ സ്പീഡിലെത്തി കഴിഞ്ഞാൽ ആ സ്പീഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് അൾട്ടിമേറ്റ്ലി ക്വസ്റ്റ്യനിൽ നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത് T1² മൈനസ് T0² ഡിവൈഡഡ് ബൈ T1² എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ്റെ അത് ഏതിനോട് ഈക്വൽ ആയിരിക്കും, ABCDയിൽ ഏതിനോട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. Therefore നമുക്ക് ടോട്ടൽ ഫോഴ്സ് എഴുതാം, GM ഡിവൈഡഡ് ബൈ r0² പ്ലസ് 3m ആൽഫ ഡിവൈഡഡ് ബൈ r0 to the power 4 is equal to mv² ഡിവൈഡഡ് ബൈ r0 എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തും. ഇവിടെ സ്മോൾ എം നമുക്ക് എല്ലാ ടേമിലും ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഒരു r0 നമുക്ക് എല്ലാ ടേമിലും ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ V² നമുക്ക് കിട്ടാൻ പോകണം അല്ലേ. അപ്പോൾ V² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GM/r0 പ്ലസ് 3 ആൽഫ ഡിവൈഡഡ് ബൈ r0³ എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തുകയാണ്. ഓക്കെ, ഇതാണ് V². ഇനി V എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എന്തായിരിക്കും, റൂട്ടായിരിക്കും. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ഇതുള്ളൂ, നമുക്കറിയാം T² അല്ലെ T0² നമ്മുടെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ കെപ്ലേഴ്സ് ലോ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുള്ളത് T0² is equal to 4π² r³ ഡിവൈഡഡ് ബൈ GM ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തും കൂടെ വേണ്ടി വരും, നമുക്ക് T1² കൂടെ വേണം. കാരണം നമുക്ക് ഫൈനൽ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്, അത് T1² മൈനസ് നോക്കൂ നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത് T1² മൈനസ് T0² ഡിവൈഡഡ് ബൈ T1² ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി T1² കൂടെ ഇവിടെ എടുത്ത് എഴുതുകയാണ്. സോ T1² 4π ഇൻറ്റു r0² ഡിവൈഡഡ് ബൈ എന്താ വരാൻ പോകുന്നത്, V1² എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ ഡെഫിനറ്റ്ലി എന്ത് വേണം, ഡെഫിനറ്റ്ലി നമുക്ക് V² വേണം. ഈ വെലോസിറ്റി തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ആ വെലോസിറ്റിനെ ഞാൻ V1 എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ V1² നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ T1² ഈക്വൽ ടു therefore T1² is equal to ന്യൂമറേറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചെഴുതുക 4πr0² ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ V1². അതിന് പകരം ഈ എക്സ്പ്രഷൻ ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. സോ GM ഡിവൈഡഡ് ബൈ r0 പ്ലസ് 3 ആൽഫ ഡിവൈഡഡ് ബൈ r0³ എന്നുള്ള എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ഓക്കെ, ഓൾറെഡി T0² അവിടെ ഉണ്ട് താനും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഫൈനലി നമുക്ക് വേണ്ട ഫോർമുല അല്ലെങ്കിൽ ഫൈനലി നമുക്ക് വേണ്ടത് ഇതാണ്, T1² മൈനസ് T0² ബൈ T1² ആണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തതാണ്, T1² മൈനസ് T0²
ഡിവൈഡഡ് ബൈ T1 സ്ക്വയർ. ഈ ഫ്രാക്ഷനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒന്നുകൂടി ഈസി ആകും നമുക്ക്. 1 മൈനസ് T0 സ്ക്വയർ ഡിവൈഡഡ് ബൈ T1 സ്ക്വയർ ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ ശരിക്ക്? T0 സ്ക്വയർ ബൈ T1 സ്ക്വയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് 1ൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്തും. അതിന് ഓൾറെഡി നമ്മുടെ കയ്യിൽ അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ T0 സ്ക്വയർ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ എന്തും ഇവിടെ ഉണ്ട്, T1 സ്ക്വയറും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ T0 സ്ക്വയർ നോക്കുകയാണെങ്കിൽ 4π സ്ക്വയർ r ക്യൂബ്, ഒരുപാട് ടേംസ് ക്യാൻസൽ ആവാനുള്ള സാധ്യതയുമുണ്ട്. ഡിനോമിനേറ്ററിൽ GM അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഡിവൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരൊറ്റ കാര്യം കൂടെ ചെയ്യാണ്. T1 സ്ക്വയർ എന്ന് പറയുന്നതിനെ ഒരു രീതിയിലും കൂടെ ഞാനൊന്ന് റീറൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ന്യൂമറേറ്ററിന് ഞാനൊന്നും ചെയ്യുന്നില്ല. 4π r0 സ്ക്വയർ എന്ന് തന്നെയാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൽ നിന്ന് ഞാനൊരു GM എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ T0യുടെ സ്ക്വയറിൽ ഡിനോമിനേറ്ററിൽ GM ഉണ്ട്, ഇതിൻ്റെ ഡിനോമിനേറ്ററിലും GM മാത്രമായിട്ട് പുറത്തെടുത്താൽ ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കട്ടായി പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ GM ഞാനിതാ കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുന്നു. ഇവിടെ ഒരു 1/r0 ആയിരിക്കും ഫസ്റ്റ് ടേം, പ്ലസ് രണ്ടാമത്തെ ടേമിൽ 3α ബൈ GM r ക്യൂബ് എന്ന് വരും. ഓക്കെ, 3α ഡിവൈഡഡ് ബൈ GM r0 ക്യൂബ് എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ടേംസും സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് ഡിവൈഡ് ചെയ്താൽ മതി. സോ ദെയർഫോർ T0 സ്ക്വയർ ഡിവൈഡഡ് ബൈ T1 സ്ക്വയർ, ആ റേഷ്യോ അങ്ങ് ഡിവൈഡ് ചെയ്ത് കളയാം നമുക്ക്. ഫസ്റ്റ് തന്നെ 4π സ്ക്വയർ r ക്യൂബ് ബൈ GM നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, 4π സ്ക്വയർ r ക്യൂബ് ഡിവൈഡഡ് ബൈ GM നമ്മുടെ കയ്യിലുണ്ട്. ഇത് ആക്ച്വലി എന്താണ്? ഇത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമുള്ളപ്പോഴുള്ള ടൈം പീരീഡ് ആണ്. ഇനി പുതിയ ടൈം പീരീഡ് ആണ് ഈ കാണുന്നത്. 4π r0 സ്ക്വയർ ഡിവൈഡഡ് ബൈ GM ഇൻറ്റു 4π സ്ക്വയർ അല്ലേ, 4π സ്ക്വയർ റൈറ്റ്. ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്ത സമയത്ത് T1 സ്ക്വയർ 4π സ്ക്വയർ ആണ്. 4π സ്ക്വയർ r0 സ്ക്വയർ ആണ്. അപ്പോൾ 4π സ്ക്വയർ എന്നുള്ളിടത്ത് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. 4π സ്ക്വയർ ആണ് ഇവിടെ ഉണ്ടായിരിക്കാം, ന്യൂമറേറ്ററിൽ ഉണ്ടാവുക. 4π സ്ക്വയർ r0 സ്ക്വയർ ഡിവൈഡഡ് ബൈ GM ഇൻറ്റു 1/r0 പ്ലസ് 3α ബൈ GM r0 ക്യൂബ്. ഓക്കെ, സോ GM ഇൻറ്റു 1/r0 പ്ലസ് 3α ബൈ GM r0 ക്യൂബ്. 3α ബൈ GM r0 ക്യൂബ്, ഇതാണ് എന്തായിട്ട് വരാൻ പോകുന്നത്? ഈ റേഷ്യോ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എത്തുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു പവർ പോലും തെറ്റാൻ പാടില്ല, ഒരു എക്സ്പോണൻറ്റ് പോലും തെറ്റാൻ പാടില്ല. കൃത്യമായിട്ട് ഇവിടെ എത്തിയേ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4π r സ്ക്വയറും 4π r സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. രണ്ടാളുടെയും ഡിനോമിനേറ്ററിൽ GM ഉണ്ട്, അത് രണ്ടും എന്ത് ചെയ്യാൻ പോവുകയാണ്? ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു r സ്ക്വയർ ഉണ്ട് ന്യൂമറേറ്ററിൽ, അവിടെയും r സ്ക്വയർ ക്യൂബ് ഉണ്ട്, അതിൻ്റെ ക്യൂബ് നമ്മൾ ക്യാൻസൽ ചെയ്ത് അവിടെ r0 മാത്രമാകും. ഇനി എന്തിലേക്കാണ് ഇത് എത്താൻ പോകുന്നത്? ഏറ്റവും താഴെയുള്ള ഡിനോമിനേറ്റർ അത് ഏറ്റവും മുകളിലാണ് എത്താൻ പോകുന്നത് അല്ലേ, അത് ഏറ്റവും മുകളിലാണ് എത്തുക. അത് മുകളിലെത്തുന്ന സമയത്ത് r0 ഇൻറ്റു ഈ ബ്രാക്കറ്റ് മുഴുവൻ ന്യൂമറേറ്ററിലേക്ക് എത്തുകയാണ്. 1/r0 പ്ലസ് 3α ഡിവൈഡഡ് ബൈ GM r0 ക്യൂബ് എന്ന് പറയുന്നതിലേക്ക് എത്തും. r0 നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് വിൽ ബിക്കം ഇവിടെ ഈക്വൽ ടു ഇടുന്നില്ല, ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു തിരിച്ചിടുമ്പോൾ 1 പ്ലസ് 3α ബൈ GM r0 സ്ക്വയർ എന്ന് വരും. ഇതാണ് ആക്ച്വലി എന്ത്? T0 സ്ക്വയർ ബൈ T1 സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് പോകാം. ദെയർഫോർ 1 മൈനസ് T0 സ്ക്വയർ ഡിവൈഡഡ് ബൈ T1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഈ കിട്ടിയിരിക്കുന്നത് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 1ൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ വരാൻ പോകുന്നത്? 3α ബൈ GM r0 സ്ക്വയർ എന്നുള്ള ആൻസറിലേക്കാണ് എത്തുക. ഒരു നെഗറ്റീവ് ആക്ച്വലി ഉണ്ടാകും. അപ്പം നെഗറ്റീവിന് പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൻസർ നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏതാണോ അതാണ് ചൂസ് ചെയ്യേണ്ടത്. അത് 3α ഡിവൈഡഡ് ബൈ കറക്റ്റ് ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3α ഡിവൈഡഡ് ബൈ GM r0 സ്ക്വയർ ആണ്. ഓക്കെ, 3α ഡിവൈഡഡ് ബൈ GM r0 സ്ക്വയർ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ മോഡേൺ ഫിസിക്സ് നിന്ന് എക്സ്റേ എന്ന ടോപ്പിക് എന്ന് ചോദിച്ചാണ്. എക്സ്റേ പലരും പഠിക്കാതെ പോകുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം എക്സ്റേ അഡ്വാൻസിനുണ്ട്, മെയിൻസിന് ചോദിക്കാറില്ല സാധാരണ. സോ അഡ്വാൻസിൽ കുറച്ച് എക്സ്ട്രാ പഠിക്കാനുള്ളതാണ്, NCERT-യിലൊന്നുമില്ല. സോ എക്സ്റേ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനെടുത്ത് ടേംസ് ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് നോക്കാം, വായിക്കാം. മെറ്റൽ ടാർഗറ്റ് ഉണ്ട്, Z=46 ആണ്. അത് ബോംബാർഡഡ് വിത്ത് ഹൈ എനർജി ഇലക്ട്രോൺസ്. സോ അങ്ങനെയാണ് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദ എമിഷൻ ഓഫ് എക്സ്റേ ഫ്രം ദി ടാർഗറ്റ് ഈസ് അനലൈസ്ഡ്. എമിറ്റ് ചെയ്ത എക്സ്റേനെ ടാർഗറ്റ് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത്
കട്ട് ഓഫ് വേവ് ലെങ്ത്തും കെ ആൽഫ ലൈനും തമ്മിലുള്ള റേഷ്യോ ഈസ് ആർ വിച്ച് ഈസ് ഇക്വൽ ടു 2 ആൻഡ് ദി സെയിം ഇലക്ട്രോൺ ബീം യൂസ് ചെയ്തിട്ട് എന്ത് Z ഈസ് ഇക്വൽ ടു 41 എന്ന വേറൊരു അറ്റോമിക് നമ്പറുള്ള എലമെൻ്റായിട്ട് ബോംബാർഡ് ചെയ്തപ്പോൾ പുതിയ ആറിൻ്റെ വാല്യൂ എന്താണ് ചോദിച്ചത്. ഓക്കെ, സിമ്പിളാണ് കാര്യം. ആദ്യം നമുക്ക് കട്ട് ഓഫ് വേവ് ലെങ്ത് എന്താണെന്ന് നോക്കാം. ആദ്യം എക്സ്റേ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സോ ദിസ് ഈസ് എൻ ആറ്റം ന്യൂക്ലിയസ് ആൻഡ് ഇവിടെ കുറേ ഷെല്ലുണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ദി കെ ഷെൽ ആൻഡ് ദിസ് ഈസ് ദി എൽ ഷെൽ, ദിസ് ഈസ് എം ഷെൽ. ഓക്കെ, ആദ്യം നമ്മൾ ഹൈ എനർജി ഇലക്ട്രോൺ ബീം ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കുക വിചാരിച്ചാൽ ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺ നമ്മൾ തെറിപ്പിക്കും. ഓക്കെ, സോ അവിടെ ഒരു കാലി സ്പേസ് ഉണ്ടാവും അല്ലേ. ഈ കാലി സ്പേസിലേക്ക് ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. ഓക്കെ, ആ ഇലക്ട്രോൺ വരുന്ന നേരത്തെ എനർജി റിലീസ് ആകും. ആ എനർജി റിലീസിൽ വരുന്ന വേവ്സ് ആണ് എന്ത്, എക്സ്റേ. ഓക്കെ, അത് എല്ലെന്ന് കെയിലേക്കുള്ള ഷിഫ്റ്റ് ആണെങ്കിൽ കെ ആൽഫ ലൈൻ എന്ന് പറയും. ഓക്കെ, കെ ആൽഫ ലൈൻ മനസ്സിലായോ? അത് എം എന്നാണെങ്കിൽ കെ ബീറ്റ, അങ്ങനെ പോകും. സോ നമുക്ക് നോക്കാം. കെ ആൽഫ ലൈൻ എന്താ മനസ്സിലായല്ലോ. ഇനി ക്വസ്റ്റ്യനിൽ കട്ട് ഓഫ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കട്ട് ഓഫ് വേവ് ലെങ്ത് എക്സ്റേൻ്റെ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ സംതിങ് ലൈക്ക് ദിസ് വരിക, കുറച്ച് പീക്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഇസ് ദി ലാംഡ കട്ട് ഓഫ്. ഓക്കെ, ലാംഡ വേഴ്സസ് ഇൻറ്റൻസിറ്റി ഗ്രാഫാണ്. ആൻഡ് ലാംഡ കട്ട് ഓഫ് ആണ് കണ്ടത്. ആ ലാംഡ കട്ട് ഓഫിൻ്റെ ഇക്വേഷൻ എന്താ വെച്ചാൽ HC/EVA. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു തരാം. ഐ റെക്കമെൻഡ് ടു സ്റ്റഡി എക്സ്റേ ദെൻ അറ്റംപ്റ്റ് ദിസ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇത് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ Z എന്നൊരു ടേം ഒന്നുമില്ല. സോ ദിസ് ഈസ് ലാംഡ കട്ട് ഓഫ് ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ മെറ്റീരിയൽ. ഓക്കെ, സോ എന്ത് അറ്റം നമ്പർ ആയിക്കോട്ടെ ലാംഡ കട്ട് ഓഫ് സെയിം ആയിരിക്കും. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദിസ് വാല്യൂസ്. ഓക്കെ, ആക്സിലേറ്ററിങ് വോൾട്ടേജ് ഒക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. ഓക്കെ, ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആക്സിലേറ്ററിങ് വോൾട്ടേജ് ആണ്. സോ ഇനി അടുത്ത കെ ആൽഫ എന്താ നോക്കാം. കെ ആൽഫൻ്റെ ലൈൻ അങ്ങനെ കാണിച്ചാൽ 1/λ ആൽഫ. ഓക്കെ, ഇത് നമ്മൾ റെഡ്ബെക്കിൻ്റെ ഇക്വേഷനൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ ഫിസിക്സിൽ കൂടുതലും യൂസ് ചെയ്തതിൽ കെമിസ്ട്രിയിൽ പഠിച്ച് കാണും. അറ്റോമിക് സ്ട്രക്ചറിൽ റെഡ്ബെക്ക് കോൺസ്റ്റൻറ്റ് Z ഉണ്ടാവും, Z മൈനസ് B ഹോൾ സ്ക്വയർ 1/NF² മൈനസ് N ഇനീഷ്യൽ സ്ക്വയർ. ഓക്കെ, ഇനീഷ്യൽ ഓർബിറ്റ് ഏതാണെന്നോ അതിൻ്റെ പ്രിൻസിപ്പൽ നമ്പറാണ്. ഓക്കെ, സോ അതാണ് ഫൈനലും ഇനീഷ്യലും. ആൻഡ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ബി ഈസ് ഈക്വൽ ടു 1 ഫോർ കെ ആൽഫ ലൈൻ. ഓക്കെ, സോ B 1 ആവും. സോ Z-1 ഹോൾ സ്ക്വയർ ആയിരിക്കും. സോ അതാണ്. സോ നമുക്കിവിടെ മനസ്സിലാവുന്ന കാര്യം 1/λ ആൽഫ ലാംഡ കെ ആൽഫ ലൈൻ്റെ വേവ് ലെങ്ത് ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു Z-B ആണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കാണുന്ന കാര്യമാണ്. നമുക്ക് തിരിച്ചെഴുതാം. ലാംഡ ആൽഫ ആകെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു Z-1. ഓക്കെ, കെ ആൽഫ അല്ലേ. സോ Z-1 ഹോൾ സ്ക്വയർ ആണ് ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കാണാം. സോ റേഷ്യോ എന്താണ്? റേഷ്യോ എന്തിൻ്റെ റേഷ്യോ ആണ്? കെ ആൽഫയും ലാംഡ കട്ട് ഓഫും തമ്മിലുള്ള റേഷ്യോ ആണ്. വാട്ട് ഈസ് ദി റേഷ്യോ? R ഈസ് ഈക്വൽ ടു ലാംഡ ആൽഫ ഡിവൈഡഡ് ബൈ ലാംഡ കട്ട് ഓഫ്. ഓക്കെ, കട്ട് ഓഫ് രണ്ടിലും സെയിം ആകും. സോ നമുക്ക് R ഡാഷ് എന്ന് കൊടുക്കാം, പുതിയ ആറിനെ. സോ R/R dash is actually depend on lambda alpha plus lambda alpha dash. Okay, so lambda alpha dash Z-1 ആണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ ആദ്യത്തെ Z എത്ര? 46 ആണ്. സോ 46 - 1 45 ആണ്. സോ ഇത് നമ്മൾ പ്രൊപ്പോർഷൻ ഇവിടെ ഇതാണെങ്കിൽ 45 ഹോൾ സ്ക്വയർ. അടുത്തത് പുതിയത് 41 ആണ്, 40 ആകും. ഓക്കെ, സോ 40 സ്ക്വയർ. ആൻഡ് ആറിൻ്റെ വാല്യൂ വരെ 2 ആണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ R ഡാഷ് ഇസ് ഇക്വൽ ടു 2 × 45 by 40 × 40. ഓക്കെ, സോ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ 81, കട്ട് ചെയ്യുകയാണെങ്കിൽ 64
which is actually 32. So 32 ചെയ്യുകയാണെങ്കിൽ ബോട്ട് ഡബിളാണ്, ഡബിളിൽ നിന്ന് ഇത്തിരി വരും. സോ ഈ രണ്ട് ഓപ്ഷൻ അല്ല. ഓക്കെ, അപ്രോക്സിമേഷൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും എക്സാക്ട് 64 ആണ് ഡബിൾ വരിക. ബട്ട് അതിൽ നിന്ന് അത്യാവശ്യം 81 ഉണ്ടല്ലേ. സോ ഓൾമോസ്റ്റ് 15ൻ്റെ അടുത്ത് ഒരു ആഡ് വരുന്നുണ്ട്. ഞാൻ അപ്രോക്സിമേറ്റ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ 64 ആണ് 32ൻ്റെ ഡബിൾ. 81 നമുക്ക് കിട്ടിയത് 81/32 ആണ്. സോ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാൻ 32ൻ്റെ ഡബിൾ ആണോ അല്ല, 64 ആണ് ഡബിൾ. ബട്ട് അതിൽ നിന്നൊരു ഏകദേശം ഒരു 15ൻ്റെ റേഞ്ചിൻ്റെ 15-ലധികമാണ്. 15 എന്ന് ഉദ്ദേശിച്ചാൽ 13ൻ്റെ ഹാഫ് ഒന്ന് കൂടി എടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം 2.5 സംതിങ് വരിക. ഇതാണ് ഇവിടെ ആകെയുള്ള ഓപ്ഷൻ 2.5. ഓക്കെ, 2.2 ആവില്ല എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാം. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ. Question number 4 പോകാം. സിംഗിൾ കറക്റ്റ് ആൻസർ ആണ്. എ തിൻ സ്റ്റിഫ് ഇൻസുലേറ്റഡ് മെറ്റൽ വയർ ഈസ് ബെൻഡ് ഇൻ ടു എ സർക്കുലർ ലൂപ്പ് വിത്ത് ഇറ്റ്സ് two ends extending tangentially from the same point of the loop. The wire loop has mass m and radius r, and it is in a uniform vertical magnetic field B0 as shown in the figure. Initially it hangs vertically downwards because of the acceleration due to gravity on two conducting supports P and Q. When the current I is passed through the loop turns about the line PQ by an angle given by. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചിത്രവും ഈ ക്വസ്റ്റ്യനൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷേ നമ്മളൊന്നും കൂടെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മെറ്റൽ വയർ സർക്കുലർ ലൂപ്പായിട്ട് ബെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിന് PQ എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിലാണ് ഇപ്പോൾ ഹാങ് ചെയ്തിരിക്കുന്നത്. ഗ്രാവിറ്റി കാരണം ഇത് താഴേക്കാണ് ഇപ്പോൾ ഉള്ളത്. B0 മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടുണ്ട്. കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് തിയറി ഓർമ്മ വരണം. എന്താണ്? ഒരു കറണ്ട് ക്യാരിയിങ് വയറിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുകയാണ്. അത് മാഗ്നറ്റിക് ഫീൽഡിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അത് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ PQ എന്ന് പറയുന്ന ലൈൻ എബൌട്ട് ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. PQ എന്ന് പറയുന്ന ലൈൻ എബൌട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കാണുന്ന സർക്കിൾ, ഈ ഒരു ലൂപ്പ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ചെരിഞ്ഞ് നിൽക്കുന്ന ആംഗിൾ, അത് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുമ്പോൾ ആംഗിൾ എത്രയാണെന്ന് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? സൈഡ് വ്യൂ വേണം. അപ്പോൾ 3 ഡയമെൻഷനലി നമുക്കിതിനെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ നമുക്കിത് ആക്ച്വലി വേണ്ടത് എന്താണ്? ഇതിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പം ഉള്ള വ്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പം ആദ്യം നമ്മൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെർട്ടിക്കൽ ലൈൻ നമുക്ക് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എന്തുണ്ടായിരുന്നത്? നമ്മുടെ ലൂപ്പ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ലൂപ്പിനെ കാണാം. അത് ഓൾറെഡി ഈ രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് വന്നപ്പം ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് കാരണം ഈ രൂപത്തിലാണ് ഫൈനലി അത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവുക? എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. ആൻഡ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത് ഏതാണ്? ഈ ഒരു ആംഗിൾ തീറ്റയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ചിത്രത്തിൽ PQ എന്നുള്ള ലൈൻ എവിടെയെന്ന് പലരും ചോദിക്കാറുണ്ട്. PQ എന്നുള്ള ലൈൻ എങ്ങോട്ടായിരിക്കും? അത് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, അത് Z ആക്സിസ് പോലെയാണ് PQ എന്നുള്ള ലൈൻ ഉണ്ടാവുക. കാരണം ഈ കാണുന്ന ചിത്രത്തിൻ്റെ സൈഡ് വ്യൂ ആണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 ലൈൻസ് ആയിട്ട് ഞാനിത് അവിടെ വരയ്ക്കുകയാണ്. നമുക്കറിയുന്ന ടൈപ്പ് ഓഫ് ചിത്രം തന്നെയാണത്, എല്ലാവർക്കും പരിചയമുള്ള ചിത്രമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഫൈനലി എന്ത് നിൽക്കുന്നത്? നമ്മുടെ ലൂപ്പ് നിൽക്കുന്നത്. അപ്പോൾ ലൂപ്പ് അങ്ങനെ നിൽക്കാനുള്ള കാരണം അതിൻ്റെ മേലുള്ള ഫോഴ്സസ് ഒക്കെ ബാലൻസ്ഡ് ആണ്. ഏതൊക്കെയാണ് ഫോഴ്സുകൾ? ഒന്ന് നമുക്കറിയാം mg എന്നുള്ള ഫോഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ mg സൈൻ തീറ്റ കോമ്പോണൻറ്റിനെ എല്ലാവർക്കും പരിചയമുണ്ടാകും. ഇതാണ് അതിൻ്റെ എന്ത്? mg കോസ് തീറ്റ എന്ന് പറയുന്ന കോമ്പോണൻറ്റ് ഇവിടെ ഉണ്ടാകും അല്ലേ? mg കോസ് തീറ്റ എന്ന് പറയുന്ന കോമ്പോണൻറ്റ്. അപ്പോൾ നമുക്ക് വേണ്ട ആംഗിൾ നിങ്ങൾ നോക്കുക. ഇനീഷ്യലി ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. when a current I is passed through the loop turns about the line PQ by a given angle തീറ്റ. ആ ആംഗിൾ തീറ്റ എത്രയാണ്? ടാൻ തീറ്റയാണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് mg എന്നുള്ള ഫോഴ്സ് ഉണ്ട്. ഇനി ഇത് കൂടാതെ ഇതൊരു ലൂപ്പാണ് അല്ലേ? ഇതെന്താണ്? ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അത് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുക? അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നേരെ മുകളിലേക്ക്. അതുപോലെ തന്നെ ഇതൊരു സർക്കുലർ ലൂപ്പാണ്. ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോവുക അല്ലേ? നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോവുക. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് ഞാൻ എടുത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇതായിരിക്കും എന്തിൻ്റെ ഡയറക്ഷൻ? നമ്മുടെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
അറിയാം, അതായത് ടോർക്ക് ഉണ്ടായിരിക്കും അല്ലെ, എം ക്രോസ് ബി എന്ന് പറയുന്ന ടോർക്ക് ഉണ്ടായിരിക്കും. ആ ടോർക്കിന്റെ എഫക്റ്റിലാണ് നമ്മുടെ ഈ ഒരു സർക്കുലർ ലൂപ്പ് എന്ത് ചെയ്യുന്നത്, ടേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും, സർക്കുലർ ലൂപ്പിൽ ടോർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫൈനലി ഇത് എക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഈ ഒരു സെൻട്രൽ പോയിന്റ് അല്ലെ, ഈ ഒരു സെൻട്രൽ പോയിന്റ് ഞാൻ ഒന്ന് വിളിക്കുന്നു. എബൌട്ട് ഓ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ, എബൌട്ട് ഓ നമുക്ക് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനലി നമുക്ക് ആക്ച്വലി വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ കോമ്പോണൻറ്റ് എം ജി സൈൻ തീറ്റ ആയിരിക്കും. ഇനി വേണ്ടത് നമുക്ക് ഈ ആംഗിളാണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ ആംഗിളാണ്. ആ ആംഗിൾ നിങ്ങൾക്ക് വളരെ ഈസിലി എടുക്കാവുന്നതേ ഉള്ളൂ. ഓൾറെഡി നമുക്ക് ഒരു ആംഗിൾ നന്നായിട്ട് പരിചയമുണ്ട്. അപ്പം ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണത്. ഇതും 90 മൈനസ് തീറ്റയാണ്. ഓക്കെ, അതും എന്താണ്, 90 മൈനസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത്, ഇവിടെ ഫീൽ ചെയ്യുന്ന ടോർക്ക്, ഓക്കെ, ടോർക്ക് എബൌട്ട് ഓ എന്ന് പറയുന്ന പോയിന്റിന് എബൌട്ട് ആയിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്, ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതിൽ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ടോർക്ക് അത് നിങ്ങൾക്കറിയാം എം ക്രോസ് ബി ആണ്. മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ടോർക്ക് എം ക്രോസ് ബി ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ എഴുതാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എം ബി, അവർക്കിടയിലുള്ള ആംഗിളിന്റെ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ എന്തായിരിക്കും, അത് കോസ് തീറ്റ ആയിരിക്കും അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 5 പോകാം. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. എ സ്മോൾ ഇലക്ട്രിക് ഡൈപോൾ ഹാവിംഗ് a moment of inertia I about its center is kept at a distance r from the center of a spherical shell of radius r. The surface charge density sigma is uniformly distributed on the spherical shell. The dipole is initially oriented at a small angle theta as shown in the figure while staying at a distance r. Dipole is free to rotate about its center. അപ്പോൾ ഇത് നമുക്ക് പരിചയമുള്ള ഒബ്ജക്റ്റുകൾ തന്നെയാണ്. ആദ്യമായിട്ട് നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, ഒരു സെന്റർ ഓഫ് എ സ്ഫെറിക്കൽ ഷെല്ല്, ഒരു ഷെല്ല് നമ്മുടെ കയ്യിലുണ്ട്. യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, അവിടെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കുറച്ച് ദൂരെയായിട്ട് ഒരു ഡൈപോൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു കാണുന്ന ഡോട്ടഡ് ലൈനിൽ നിന്നും ഒരു തീറ്റ ആംഗിൾ, ഇനീഷ്യലി തന്നെ ചെറിയൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്മുടെ ഡൈപോളിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ദി ഡൈപോൾ വിൽ അണ്ടർഗോ സ്മോൾ ഓസിലേഷൻസ് അറ്റ് എനി ഫൈനൈറ്റ് വാല്യൂ ഓഫ് ആർ. ഡൈപോൾ വിൽ അണ്ടർഗോ സ്മോൾ ഓസിലേഷൻസ് അറ്റ് എനി ഫൈനൈറ്റ് വാല്യൂ ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ഈ ഒരു ഷെല്ല് കാരണം, ഈ സ്ഫെറിക്കൽ ഷെല്ല്, ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫെറിക്കൽ ഷെല്ല് കാരണം ഈ ദൂരെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ അത് ഓസിലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതിന് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനീഷ്യലി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ടോർക്ക് ഓസിലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഷെല്ലാണ്. ഷെല്ലിന്റെ അകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, കാരണം ഉള്ളിൽ മെറ്റീരിയൽ ഒന്നുമില്ല. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്, റൈറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സെന്ററിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അകത്താണ് നിങ്ങൾ ഈ ഡൈപോൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അകത്ത് യാതൊരു തരത്തിലുള്ള ഓസിലേഷൻസും എക്സ്പീരിയൻസ് ചെയ്യില്ല. അപ്പോൾ ഫോർ എനി ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ ആർ ഓസിലേറ്റ് ചെയ്യുമെന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ അത് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ടാമത്തേലേക്ക് പോയാൽ ദ ഡൈപോൾ വിൽ അണ്ടർഗോ സ്മോൾ ഓസിലേഷൻസ് അറ്റ് എനി ഫൈനൈറ്റ് വാല്യൂ സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ. ശരിയാണ്, കാരണം നമ്മൾ ഓൾറെഡി ഇനീഷ്യലി ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഷെല്ലിന് പുറത്തെത്തി കഴിഞ്ഞാൽ, ഷെല്ലിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ക്യാപിറ്റൽ ആറിനേക്കാൾ വലിയ ഡിസ്റ്റൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ചെറിയ ഓസിലേഷൻസ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി ആ ഓസിലേഷൻ്റെ എന്ത് കണ്ടുപിടിക്കലാണ്, ആംഗുലാർ ഫ്രീക്വൻസി കണ്ടുപിടിക്കലാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഇത് കണക്റ്റഡ് ആണ്, നമ്മുടെ റൊട്ടേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ കേസ് ഓസിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അത് കാരണം ആക്സിലറേഷൻ ഉണ്ടാവുന്ന റൊട്ടേഷണൽ കേസുകളിലൊക്കെ നമുക്കറിയാം ഐ ആൽഫയാണ് ആ ഒബ്ജക്റ്റിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക്. ഓക്കെ, ഐ ആൽഫയാണ്. അപ്പം അങ്ങനെ, പക്ഷേ നമുക്ക് ഇവിടുന്ന് ടോർക്ക് കിട്ടുന്നത് ഇവിടുന്ന് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡിൽ നിന്നും ഡൈപോൾ മൊമെന്റിൽ നിന്നുമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാക്കും. അത് പി ക്രോസ് ഇ ആണ്, അഥവാ പി ഇ സൈൻ തീറ്റ ആയിരിക്കും നമ്മുടെ ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് പി ഇ സൈൻ തീറ്റ ആയിരിക്കും. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി തന്നെ സ്മോൾ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ് തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ ആംഗിൾ ആവുന്ന സമയത്ത് സൈൻ തീറ്റയും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പി ഇ തീറ്റ ആയിരിക്കും ഇവിടുത്തെ ടോർക്ക് എന്നുള്ളത്. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരെ സ്മോളർ ഡിസ്റ്റൻസ് അകലെ
ഉള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കിയാൽ എല്ലാം സിഗ്മയുടെ ടേംസിലാണ്. അപ്പോൾ സിഗ്മയുടെ ടേംസിൽ ഇലക്ട്രിക് ഫീൽഡ് എഴുതണം. എന്നിട്ട് നമ്മൾ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെ ഐ ആൽഫയുടെ ടേംസിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഐ ആൽഫനെ തന്നെ നിങ്ങൾക്കറിയാം എങ്ങനെ എഴുതാം, ഐ ഒമേഗ സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസിന് സ്മോൾ ആറിന് ഈ 2 ഡിസ്റ്റൻസ് ഇട്ട് കൊടുത്താൽ ഇതിലേത് സാറ്റിസ്ഫൈ ചെയ്യും, ഇനി രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നുള്ളതാണ് ബേസിക്കലി കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇലക്ട്രിക് ഫീൽഡാണ്. ഇതിനെല്ലാം എന്ത് വേണം, ഇലക്ട്രിക് ഫീൽഡ് വേണം. അപ്പോൾ ഒരു ഷെല്ല് കാരണം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു എന്താണ്, 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഏറ്റവും സിമ്പിളായിട്ട് ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, ഒരു ഷെല്ല് കാരണം r ഡിസ്റ്റൻസിലുള്ളത്. ഇവിടെ പക്ഷേ സിഗ്മയുടെ ടേംസിലാണ് ക്വസ്റ്റ്യനിൽ കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്, ഓപ്ഷനും സിഗ്മയുടെ ടേംസിലാണ്. അപ്പോൾ ഞാൻ ഇതിനെ സിഗ്മയുടെ ടേംസിലേക്ക് മാറ്റുകയാണ്. 1/4πε0. ചാർജിനെ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ ഇൻറ്റു സർഫസ് ഏരിയ ഓഫ് ദി സ്ഫെറിക്കൽ ഷെല്ല് എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. 4π ക്യാൻസൽ ആവുന്നു. സിഗ്മ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ε0 ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ. ഇതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും സിഗ്മയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഏത് ഡിസ്റ്റൻസിലാണ്, ആദ്യം r ഈക്വൽ ടു 2r ചെക്ക് ചെയ്യേണ്ടത്. സ്മോൾ r ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ക്യാപിറ്റൽ R നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ε0 ഇൻറ്റു 2r സ്ക്വയർ 4r² എന്ന് വരും. സോ ദിസ് ഇസ് സിഗ്മ ഡിവൈഡഡ് ബൈ 4ε0 ആയിരിക്കും എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്, 2r എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അവിടുത്തെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് PE തീറ്റയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ P എന്ന് പറയുന്നത്, ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ P എന്നുള്ളത് P0 ആണ്. ഡൈപോൾ മൊമെന്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, P0 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതിലൊന്നും വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരാനില്ല. സോ P0 ഇൻറ്റു സിഗ്മ ഡിവൈഡഡ് ബൈ 4ε0 ഇൻറ്റു തീറ്റ എന്ന് വരും. ഓക്കെ, ഇത് എന്തിനോട് ഈക്വൽ ആണ്, ഇത് ഞാൻ പറഞ്ഞ ഐ ആൽഫയോട് ഈക്വൽ ആണ്. ഐയും ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഐ ആൻസറിൽ അതേപോലെ തന്നെ വരും, അതിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഐ ഒമേഗ സ്ക്വയർ തീറ്റയോട് ഈക്വൽ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഐ ഒമേഗ സ്ക്വയർ തീറ്റ എന്ന് പറയാം. തീറ്റ രണ്ടിടത്തും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് വേണ്ട എന്താണ്, ഒമേഗ സ്ക്വയർ ആണ്. സോ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ P0 ഡിവൈഡഡ് ബൈ 4πε0 എന്ന് വരും. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഒമേഗ റൂട്ട് ഓഫ് സിഗ്മ P0 ഡിവൈഡഡ് ബൈ 4πε0 എന്ന് വരും. ആദ്യത്തെ കേസിലെ ഒമേഗ. ഓക്കെ, ആദ്യത്തെ കേസിലുള്ള ഒമേഗ. അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2 സിഗ്മ P0 ബൈ ε0 I എന്നാണ്. താഴെ 4ന് പകരം ന്യൂമറേറ്ററിൽ ഒരു 2 ആണ് അവിടെ ഉള്ളത്. കറക്റ്റ് അല്ലേ? ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് വന്നുള്ളത്. സിഗ്മ P0 ബൈ 4πε0 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സി ഓപ്ഷനും എന്താണ്, തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി ഡി ആണുള്ളത്. മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആൻസറുകൾ ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഡി എന്ന് പറയുന്നത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അത് ശരിയാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അത് ചെയ്ത് നോക്കാതെ പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ചെയ്ത് നോക്കാതെ അതും ശരിയായിരിക്കും, BND ആണ് ആൻസർ എന്ന് ഗസ് ചെയ്തിട്ട് മുന്നിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് റിസ്ക് ആണ്. കാരണം ഇൻ കേസ് സിംഗിൾ കറക്റ്റ് ആൻസർ മാത്രമേ ഇതിലുള്ളൂ എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്, നമ്മുടെ -2 മാർക്കാണ് കിട്ടാൻ സാധ്യതയുള്ളത്. സോ അറ്റ് R ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എത്രയിലാണ്, 10R അല്ലേ, 10R കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇതേ പരിപാടി തന്നെ അവിടെ എടുത്താൽ മതി അല്ലേ, ഇതേ പരിപാടി തന്നെ അവിടെ എടുത്താൽ മതി. സെയിം സ്റ്റെപ്പ് തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. സോ ഈ അറ്റ് 10R ഇ എന്ന് പറയുന്നത് സിഗ്മ R² ഡിവൈഡഡ് ബൈ ε0 ഇൻറ്റു സ്മോൾ r² ആണ്. ഓക്കെ, സിഗ്മ R² ഡിവൈഡഡ് ബൈ ε0 ഇൻറ്റു 10R സ്ക്വയർ വരും. സോ ദാറ്റ് ഈസ് സിഗ്മ ഡിവൈഡഡ് ബൈ 100ε0 എന്നുള്ളതായിരിക്കും അത്രയും ദൂരെയുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിൽ ടോർക്ക് എഴുതണം. PE ഇൻറ്റു തീറ്റയാണ്. സോ P0 സിഗ്മ ഡിവൈഡഡ് ബൈ 100ε0 ഇൻറ്റു തീറ്റ. ദിസ് ഈസ് ഈക്വൽ ടു I ഒമേഗ സ്ക്വയർ തീറ്റ എന്ന് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു P0 സിഗ്മ ഡിവൈഡഡ് ബൈ 100 ഒമേഗ ഇസ് ഈക്വൽ ടു, ഫൈനലി നമുക്ക് പറയാൻ പറ്റും റൂട്ട് ഓഫ് P0 സിഗ്മ ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും ഒമേഗ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 100 ഉള്ളിൽ തന്നെ ഉണ്ട്, അതിന് റൂട്ട് പോലും പുറത്തെടുത്തിട്ടില്ല. സോ ഓപ്ഷൻ ഡി എന്താണ്, കറക്റ്റ് ആണ്. ആൻസർ B ആൻഡ് D ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫണ്ടമെന്റൽസ് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലൊന്നും ഇമ്പോസിബിൾ കാൽക്കുലേഷൻസോ മെത്തേഡുകളോ ഒന്നുമില്ല, പഠിക്കാത്ത കാര്യങ്ങളും ഇല്ല. പക്ഷെ വളരെ ഡീപ്പായിട്ട്
ഇതെല്ലാം ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ. 6th ക്വസ്റ്റ്യൻ നോക്കാം. ഫ്ലൂയിഡ്സ് എന്ന് ചോദിച്ചാണ്. ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒരു ടേബിൾ ടെന്നീസ് ബോളിനെ ഒരു ഫ്ലൂയിഡിലേക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് പുഷ് ചെയ്തിട്ടും ഡെപ്ത് 0.7 മീറ്ററാണ്. സോ അത് അവിടെ നിന്ന് റിലീസായി. സോ അത് എന്താണ് വാട്ടർ തിരിച്ചു വരുമല്ലോ. ഓക്കെ, ബോയൻസി കാരണം. സോ അത് തിരിച്ചു വന്നിട്ട് വി വെലോസിറ്റിയിലാണ് പുറത്തോട്ട് വരുന്നത് വിത്തൗട്ട് ഗെറ്റിംഗ് വെറ്റ്. എന്നിട്ട് വി വെലോസിറ്റി പൊന്തി വന്നിട്ട് ഒരു h ഹൈറ്റ് വരെ പോയി. നമ്മൾ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ബോൾ ഇവിടെ വരെ പോയി. ദിസ് ഈസ് വാട്ടർ സർഫേസ്. അത് ഇവിടെ വന്നു. വി വെലോസിറ്റി പുറത്തോട്ട് വന്നു. ഒരു ഹൈറ്റ് h വരെ പൊന്തി. ഓക്കെ, സോ അത്രയും ഹൈറ്റ് അത് റൈസ് ചെയ്തു. ആൻഡ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കറക്റ്റാണ്. നമുക്ക് ആദ്യം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻസ് വായിക്കണം, അല്ലാതെ സോൾവ് ചെയ്യാനുള്ള ഒന്നും തന്നിട്ടില്ല. സോ ഓപ്ഷൻസ് വായിക്കണം. ആദ്യത്തെ വർക്ക് ഡൺ ഇൻ പുഷിംഗ് ദി ബോൾ ടു ഡെപ്ത് d is equal to 0.077. സോ വർക്ക് ഡൺ കാണണം. താഴോട്ട് പുഷ് ചെയ്യാനുള്ളത് 0.7 മീറ്ററാണ് പുഷ് ചെയ്തത്. നമ്മുടെ ഡിസ്റ്റൻസ് കിട്ടി. ഇനി നെറ്റ് ഫോഴ്സ് ആണ് കിട്ടേണ്ടത്. അതാണ് എന്ത് വർക്ക് ഡൺ. സോ നമുക്ക് ചെയ്ത് നോക്കാം. വർക്ക് ഡൺ ഈസ് ആക്ച്വലി എഫ് നെറ്റ് ഇൻറ്റു ഡി ആണ് അല്ലേ. ഓക്കെ, സോ വാട്ട് ഈസ് എഫ് നെറ്റ്? നമ്മൾ ഈ ഇത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു mg താഴോട്ടുണ്ടാവും. ഇൻസൈഡ് വാട്ടർ ആണ്. സോ ഒരു ബോയൻസി ഫോഴ്സ് ഉണ്ടാവും. റോ ഇസ് ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ, വി ഇസ് ദി വോളിയം ഓഫ് ദി ബോൾ ആൻഡ് ജി. ഓക്കെ, നെറ്റ് ഫോഴ്സ് വരാം. സോ എഫ് നെറ്റ് ഈസ് ഇക്വൽ ടു mg മൈനസ് റോ വി ജി ഇൻറ്റു ഡി ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് എം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എം? എം എന്താ 22/7 ഇൻറ്റു 10⁻³ സോ 22/7 ഞാൻ ജി പുറത്തെടുത്തു കേട്ടോ. ഇൻറ്റു 10⁻³ മൈനസ് വാട്ട് ഈസ് റോ? വാട്ട് ഈസ് റോ? 1 ഇൻറ്റു 10⁻³. ഓക്കെ, സോ 1 ഇൻറ്റു 10⁻³ is 10⁻³. What is volume? Volume is 4/3 pi r³ കാണണം. r³ എന്താ? 6 തന്നിട്ടുണ്ട്. 3/2 ഇൻറ്റു 10⁻² വിച്ച് ഇസ് ക്യൂബ് ചെയ്യാണ്. 3/2 ക്യൂബ് ചെയ്താൽ 27/8 ഇൻറ്റു 10⁻² ആണ്. അത് -6 ആയിട്ട് മാറും. ഓക്കെ, സോ ഇൻറ്റു ജി 10 ആണ് തന്നിട്ടുണ്ട്. ഇൻറ്റു 10 ഇൻറ്റു 0.7. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വാല്യൂ കണ്ടെത്തണം. ഇതാണ് വർക്ക് ഡൺ. സോ നമുക്ക് കാണുകയാണെങ്കിൽ 22/7 പയ്യനെ നമുക്ക് 22/7 ആക്കി എടുക്കാം. ഓക്കെ, ഇവിടെ കാരണം ഇവിടെ പറഞ്ഞിട്ടില്ലേ പൈ ഈസ് ഈക്വൽ ടു 22/7. ഓക്കെ, സോ 22/7 അവിടെ ഒരു ഇൻറ്റു 7 ഉണ്ട്. ഓക്കെ, ആൻഡ് 10⁻³ രണ്ട് സ്ഥലത്തുണ്ട്. ഈ 10⁻⁶ഉം 10⁻³ ആകും. സോ ഇൻറ്റു 10⁻³ അപ്പം 1 മൈനസ് എന്ത് വരും? 3 4 ഇത് 2 ആകും. 3 9 ആകും. 9/2 ആകും. ആൻഡ് 9/2 ഈസ് ആക്ച്വലി എന്താണ്? 9/2 ആക്ച്വലി എന്താണ്? 4.5 ആണ്. 4.5 1 മൈനസ് 4.5 ഈസ് -3.5. ഇവിടെ ഈ 7 ക്യാൻസൽ ആവും. സോ 3.5 ഈസ് 7/2. ഓക്കെ, സോ 7/2 ഇൻറ്റു നെഗറ്റീവ് ഉണ്ട് കേട്ടോ. നെഗറ്റീവ് എന്താ വന്ന കാരണം ഞാൻ mg മൈനസ് റോ വി ജി ആണ് എടുത്തത്. ആക്ച്വലി ബോയിൻ ഫോഴ്സ് ആണ് കൂടുതൽ. ഓക്കെ, സോ ഓപ്പോസിറ്റ് ആണ് വരിക. അതാണ് നെഗറ്റീവ് സൈൻ വന്നത്. നമ്മൾ റോ വി ജി മൈനസ് mg എടുക്കുകയാണെങ്കിൽ കറക്റ്റ് കിട്ടും കേട്ടോ. സോ ആകെ നെഗറ്റീവ് വരാനുള്ള കാരണം മനസ്സിലായല്ലോ. നെറ്റ് ഫോഴ്സ് മേലോട്ടാണ്. ആൻഡ് വാട്ട് നമ്മൾ ചെയ്തു തന്നത്? ഓക്കെ, ഇൻറ്റു 10⁻³ ഉണ്ട് അല്ലേ? വേറെ ഒന്നും മിസ്സായില്ലല്ലോ. 2 11 മൈനസ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുക്കാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എടുക്കാം. സോ 0.077 അല്ലേ വരാം? യെസ്, ജൂൾസ്. സോ ഓപ്ഷനിൽ എന്താ തന്നെ നോക്കാം. 0.077 ജൂൾസ് ആണ്. അവർക്ക് വർക്ക് ഡൺ ഇൻ പുഷിംഗ് ദി ബോൾ ആണ്. സോ പുഷിംഗ് ദി ബോൾ ആ നെഗറ്റീവ് അവിടെ ക്യാൻസൽ ആയിക്കോളും. ഓക്കെ, സോ ഓപ്ഷൻ എ കറക്റ്റാണ്. ഇനി ബി, ഇഫ് യു നെഗ്ലക്ട് ദി വിസ്കസ് ഫോഴ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ സ്പീഡ്
ദെൻ ദി സ്പീഡ് വി ഈസിക്കൽ ടു വി എന്ന് പറയുന്നത് പുറത്തോട്ട് റൈസ് ചെയ്യുന്ന നേരത്തുള്ള സ്പീഡാണ്. ഓക്കെ, വാട്ടറിൽ നിന്ന് പുറത്ത് വരുന്ന നേരത്തുള്ള സ്പീഡാണ്. അത് 7 m/s ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ വർക്ക് എനർജി തിയറമാണ്. ഓക്കെ, സോ വർക്ക് എനർജി തിയറം വെച്ച് ചെയ്യുകയാണെങ്കിൽ വർക്ക് എനർജി തിയറത്തിൽ കൈനറ്റിക് എനർജി, ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. ഓക്കെ, ബോട്ടം മോസ്റ്റ് പോയിന്റിൽ 0 ആണ്. ഇനി ഫൈനൽ കൈനറ്റിക് എനർജി 12 mv² ആണ് അല്ലേ, 12 mv² ആണ്. ഓക്കെ, ആൻഡ് വർക്ക് ഡൺ നമ്മൾ കണ്ടെത്തി എത്ര 0.077 ജൂളാണ്. ഓക്കെ, ആൻഡ് എം നമുക്കറിയാം 22/7 × 10⁻³ അല്ലേ. യെസ്, ഇൻറ്റു ഹാഫ് ഉണ്ടാവും. സോ ഹാഫും ആൻഡ് വെലോസിറ്റി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് എങ്ങനെ ഇതറിയാം 77 സോറി ഇത് നമുക്ക് 11 കട്ട് ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. 11 × 7 × 10⁻³ എന്ന് എഴുതാം. സോ ഈ 10⁻³ 10⁻³ ക്യാൻസലായി. ഈ 2 ഇവിടെ 11 ആവും, 11ഉം ഈ 11ഉം ക്യാൻസലായി. സോ v² is equal to 7². സോ v is equal to 7 m/s. ആ ഓപ്ഷനും കറക്റ്റ് ആണോ? യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, ഈ ഓപ്ഷനും കറക്റ്റ് ആണ്. ഇനി ഇഫ് യു നെഗ്ലക്ട് ദി വിസ്കസ് ഫോഴ്സ് ഇൻ വാട്ടർ ദെൻ ദി ഹൈറ്റ് h കാണണം. സോ ഹൈറ്റ് h കാണാൻ ഈസിയാണ്. ഈ വെലോസിറ്റിയിൽ മേലോട്ടെത്തും. നമുക്ക് ഇവിടെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ബോൾ ഈ വെലോസിറ്റിയിലായിരിക്കും v. സോ മാക്സിമം ഹൈറ്റ് എത്ര എന്ന് വെച്ചാൽ ഇറ്റ്സ് ഈക്വൽ ടു v² / 2g ആണ്. ഓക്കെ, സോ v² നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 7 അല്ലേ. സോ 49. സോ 49 by 20. ഓക്കെ, വിച്ച് ഇസ് ആക്ച്വലി നമ്മളെ ആൻസർ ആയിട്ട് ബന്ധമുണ്ടോ? നോ. ഓക്കെ, സോ സി ഓപ്ഷൻ തെറ്റാണ്. ആൻഡ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് the ratio of magnitude of the net force excluding the viscous force to the maximum viscous force in the water is 500/9. ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, എന്തിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത് വെച്ചാൽ the ratio of magnitudes of the net force, magnitude of net force, അത് എക്സ്ക്ലൂഡ് വിസ്കോസ് ഫോഴ്സ് ഇല്ലാതെ. ഓക്കെ, അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ടു ദി മാക്സിമം ഓഫ് വിസ്കസ് ഫോഴ്സ് അതാണ്. ഓക്കെ, വളരെ കൺഫ്യൂസിങ് ലാംഗ്വേജ് ആണ്, ശ്രദ്ധിക്കണം. അതിൻ്റെ തമ്മിലുള്ള റേഷ്യോ ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് നെറ്റ് ഫോഴ്സും വിസ്കസ് ഫോഴ്സ് ഇൻക്ലൂഡ് ചെയ്യാതെ നെറ്റ് ഫോഴ്സും, അതും വിസ്കസ് ഫോഴ്സും മാക്സിമം വിസ്കസ് ഫോഴ്സ് വരാൻ കാരണം ഞാൻ പറഞ്ഞുതരാം, തമ്മിലുള്ള റേഷ്യോ ആണ്. സോ മാക്സിമം വിസ്കസ് ഫോഴ്സ് കണ്ടെത്താം. ഇവിടെ തന്നെ ചെയ്യാം. മാക്സിമം വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് വാട്ടർ സർഫസ്. ഇവിടെ നമ്മൾ റെസ്റ്റിലാണ്, ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റ്. ഇതിങ്ങനെ മേലോട്ട് വന്നിട്ട് സ്പീഡ് കൂടുമല്ലോ. ഓക്കെ, സോ ഈ പോയിന്റിൽ ജസ്റ്റ് ഔട്ടിലേക്ക് എത്തുന്ന പോയിന്റിൻ്റെ വെലോസിറ്റി എത്ര നമുക്കറിയാം? v = 7 ആണ്, കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ സ്റ്റോക്സ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? വിസ്കസ് ഫോഴ്സ് കാണാം, വിച്ച് ഇസ് ഈക്വൽ ടു 6π∗rv. ഓക്കെ, വാട്ട് ഈസ് ഈറ്റ തന്നിട്ടുണ്ടോ? വിസ്കോസിറ്റി ഓഫ് വാട്ടർ 10⁻³ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്പേഴ്സൊക്കെ നല്ല നമ്പേഴ്സാണ്. 6 × 22/7 × 10⁻³ ഇൻറ്റു റേഡിയസ് എത്ര ആയിരുന്നു? 3/2 അല്ലേ? 3/2 ആണോ? യെസ്, 3/2 × 10⁻². സോ 10⁻² ഇൻറ്റു വെലോസിറ്റി ഈസ് ഈക്വൽ ടു 7. സോ ഈ 7ഉം ക്യാൻസൽ ആകും. ഈ 2ഉം ഈ 11ഉം ഇവിടെ ഉണ്ടാകും. ഓക്കെ, സോ വിച്ച് ഈസ് ആക്ച്വലി 10⁻5 വരും. 66 18 × 11 ആണ്. ഓക്കെ, നെറ്റ് ഫോഴ്സ് എത്ര? നമ്മുടെ നെറ്റ് ഫോഴ്സ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. എവിടെ പോയി? 0.7 ഡിവൈഡ് ചെയ്താൽ കിട്ടുമല്ലോ നെറ്റ് ഫോഴ്സ്. ഇതൊന്ന് 0.7 ഡിവൈഡ് ചെയ്താൽ I think it is net force F net is equal to work divided by വർക്കിനെ ഡിവൈഡ് ചെയ്താൽ മതി. 0.077/0.7 ആണ്. ഇറ്റ്സ് ആക്ച്വലി 0.11. ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ്. 0.11 ആണ്, വിച്ച് ഇസ് ആക്ച്വലി 11 × 10⁻⁻².
2 ആണ് അല്ലേ, 2. സോ നമുക്ക് ഈ എഫ് നെറ്റും വിസ്കസ് ഫോഴ്സ് എഫ് വി ആണ് കേട്ടോ, വിസ്കസ് ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ് കാണേണ്ടത്. സോ 11 × 10⁻² ഡിവൈഡഡ് ബൈ 18 × 11 ഇൻറ്റു റേഷ്യോന് ഞാൻ 6 കൊടുക്കുകയാണ്, ഇൻറ്റു 10⁻⁻5. ഈ 11ഉം ക്യാൻസൽ ആകും. 10⁻⁻5 മേലോട്ട് പോയാൽ എന്ത് കിട്ടും? 10⁻3 കിട്ടും, 1000 എന്ന് കിട്ടും, ഇൻറ്റു 18 എന്ന് കിട്ടും. അത് നമുക്ക് ഹാഫ് ആക്കുകയാണെങ്കിൽ 2 കൊണ്ട് ക്യാൻസൽ ആക്കുക, മേലും താഴെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 500/9 എന്ന് കിട്ടും. ഓക്കെ, സോ അതാണ് ഓപ്ഷനിലുള്ളത്. നോക്കാം. യെസ്, 500/9 ആണ് ഓപ്ഷനിലുള്ളത്. സോ ഡി ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് കുറച്ച് ലെങ്തി ആണ്, ലെങ്തി അല്ല, മൾട്ടിപ്പിൾ കറക്റ്റ് ആയതുകൊണ്ടുള്ള ലെങ്തി ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7th ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി 7th ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലെങ്തി ആവാൻ കാരണം, ടൈം കൺസ്യൂം ആവാൻ കാരണം MCQ ആയിട്ടാണ്, മൾട്ടിപ്പിൾ കറക്റ്റ് ഓപ്ഷൻസ് ആയിട്ടാണ്. കാരണം ഓരോ ഓപ്ഷൻസ് ചെയ്ത് നോക്കണം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ. സോ എ പോസിറ്റീവ് ചോദ്യം, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കില്ല, ഞാൻ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഒരു അയൺ ഉണ്ട്. ഓക്കെ, അയൺ ഏത് മാസം ആവാം. സോ അയൺ ഒരു മാഗ്നറ്റിക് ഫീൽഡ് റീജിയൻ ഉണ്ട്, റെക്ടാങ്കുലർ, വിഡ്ത്ത് W ഉള്ളതാണ്. സോ ഈ അയൺ ഇങ്ങനെ പോയാൽ, അയോൺ ഇങ്ങനെ പോയാൽ എന്തുണ്ടാക്കും നമുക്കറിയാലോ, ഒരു കേർഡ് പാത്ത് ഫോളോ ചെയ്യും അല്ലേ, ഒരു സർക്കുലർ സെമി സർക്കുലർ പാത്ത് ഫോളോ ചെയ്യും അല്ലെ, ഒരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യും. സോ അതാണ് മെയിൻ കോൺസെപ്റ്റ്. സോ നമുക്ക് കാണേണ്ട ഇതിൽ യൂസ് ചെയ്യുന്ന മെയിൻ കോൺസെപ്റ്റ് റേഡിയസ് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് കോൺസെപ്റ്റ്. അത് വെച്ചിട്ടാണ് ഈ ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദി വാല്യൂ ഓഫ് എക്സ് ഓഫ് H+ അയൺ ഈസ് 4 cm. അത് കാണുന്ന മുമ്പ് നമുക്ക് ഒരു ജനറലൈസ് ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതാം. എന്താണ് റേഡിയസ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? R = mv/qb ആണ് ഒരു ഫോം. ബട്ട് അതിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ചാർജ് പാർട്ടിക്കിളിനെ നമ്മൾ ഇവിടെ 192 വോൾട്ടേജിൽ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് MV ഉള്ളത് ഇക്വേഷൻ മാറ്റണം, ചേഞ്ച് ചെയ്യണം. സോ നമ്മൾ വേറൊരു ഫോം പഠിച്ചിട്ടുണ്ടാകും, √mv/qb എന്നൊരു ഫോം ഉണ്ടാവും. ഓക്കെ, this is not QV, it is Q voltage. ഓക്കെ, ക്യാപിറ്റൽ V is the voltage. ഇതാണ് ഫോം. ഓക്കെ, നമുക്ക് വേറൊരു രീതിയിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ, Q ക്യാൻസൽ ആക്കുകയാണെങ്കിൽ √Q. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ മാസിനെ അറ്റോമിക് നമ്പർ ഉള്ള രീതിയിൽ എഴുതാം. അറ്റോമിക് നമ്പർ ഇൻറ്റു പ്രോട്ടോണിൻ്റെ മാസ്. ആ രീതിയിലേക്ക് മാറ്റിയാലോ കുറച്ചുകൂടി ജനറലൈസ്ഡ് ആവും. അത് മാറ്റാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ H+ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്, അറ്റോമിക് മാസ് ഉള്ള 144 വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്, അറ്റോമിക് മാസ് 196 ഉള്ള യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടിയാൽ ജസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് നമുക്ക് ഇതെല്ലാം സോൾവ് ചെയ്യാം. അതിനാണ് ഞാൻ ആ ജനറലൈസേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ അത് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ R എന്ന് കൊടുക്കാം, 2 mass of proton into AM into voltage by K root വലുതാണ് Q into 1/B. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് H+ അയണിൻ്റെ നോക്കാം. H+ അയണിന് 4 cm ആണ് എന്ത് എക്സിൻ്റെ വാല്യൂ. വാട്ട് ഈസ് എക്സ്? എക്സ് എന്താണെന്ന് നമുക്ക് ആദ്യം പറയണം. എക്സ് പറയുന്നത് ഈ പ്ലേറ്റിന് പോയി മുട്ടുന്ന പൊസിഷനാണ്. ഓക്കെ, സോ ആ എക്സിൻ്റെ വാല്യൂ ആക്ച്വലി എന്താണ് അറിയാം? ആക്ച്വലി ഡയമീറ്റർ ആണ്. ഈ സർക്കുലർ റീജിയൻ ഇങ്ങനെ വന്നിട്ടാണല്ലോ ഈ ചാർജ് പാർട്ടികൾ ഇങ്ങനെ വരും, എന്നിട്ട് ഇവിടെ പോയിട്ട് മുട്ടാണല്ലോ. സോ ഇതിൻ്റെ ആക്ച്വലി എന്താണ്? ഡയമീറ്റർ അല്ലേ, വിച്ച് ഈസ് ആക്ച്വലി 2r. സോ എക്സ് ഈസ് ഈക്വൽ ടു 2r. ഓക്കെ, സോ എക്സ് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് റേഡിയസ് r. സോ ഇത് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ആദ്യം H+ൻ്റെ കാണാം. H+ൻ്റെ കാണണമെങ്കിൽ H+ൻ്റെ AM എന്താണ്? 1 ആണ്, മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. സോ നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് നോക്കാം. സോ RH+, ഓക്കെ,
2RH plus which is equal to XH plus which is equal to 2 times 2 of mass of proton. Mass of proton എവിടെ? Yes, 5/3 into 10 raised to minus 27 ആണ്. Okay, 5/3 10 raised to minus 27 into voltage 192 അല്ലേ, and into 1.6 into 10 raised to minus 19 എന്നാണ് എത്തുന്നത് നോക്കാം. യെസ് 1.6 ഇൻറ്റു ഓക്കെ കറക്റ്റാണ് 192 ശരിയാണ് അല്ലേ, ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് എത്ര 0.1 ആണ്. ഓക്കെ, വിച്ച് ആക്ച്വലി ഈക്വൽ ടു 10 എന്ന് വരും പുറത്ത്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളാക്കി പറയുകയാണെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി 64. ഓക്കെ, 64 സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈ 10ഉം ഈ 10 raised to 26 ആകും. ഇത് 16 ആകും. 10 raised to ഇത് 10 raised to minus 20 ആകും. സോ നമുക്ക് പുറത്തെടുക്കണേ 2 into 8 64 എന്നുള്ള 8. ഓക്കെ, 8 അടിയിൽ 16 ഉള്ള 4 10 raised to 26 ആകും ഈ 10ഉം. ഓക്കെ, 10 raised to 27 കൂടി കൂടിയിട്ട് സോ അതിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ 10 raised to minus 13 26 അല്ലേ, ഡിവൈഡഡ് ബൈ 10 raised to ഇത് 20 ആകും, 10 raised to minus 10 ആകും ഇൻറ്റു 10. ഓക്കെ, സോ 10 raised to minus 3 into 10 this is 2 2 4 it's actually equal to 4 into 10 raised to minus 2 which is meter which is actually 4 centimeter. ശരിയാണോ നോക്കാം? 4 centimeter അല്ലേ പറഞ്ഞത്? യെസ്, ഓപ്ഷൻ എ is correct. The value of x for an iron Am is equal to 144 is 48 centimeter. ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതൊന്നും കൂടി ഇങ്ങനെ ആക്കി എഴുതാം. എങ്ങനെ എന്ന് വെച്ചാൽ റൂട്ട് AM ഇൻറ്റു R of H plus എന്ന് എഴുതാം അല്ലേ, മനസ്സിലായോ? കാരണം ബാക്കിയുള്ളതൊക്കെ H പ്ലസിൻ്റെ വാല്യൂ അല്ലേ വരിക. സോ റേഡിയസ് ഓഫ് H plus 2 centimeter ആണ്. സോ നമുക്ക് എക്സിനെ ജനറലൈസ് ആക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് H plus ഇൻറ്റു റൂട്ട് AM എന്നാണ് വരിക. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. റൂട്ട് AM എത്രയാണ്? 144 ആണ്. 144ൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ 12 എന്നാണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 4 centimeter ഇൻറ്റു 12 which is equal to 48 centimeter. ഓക്കെ, അതാണ് ഓപ്ഷനിൽ നോക്കാം. യെസ്, 48 centimeter ആണ്. ബി ഓപ്ഷൻ കറക്റ്റ് ആണ്. ഫോർ ഡിറ്റക്ടിങ് ദി അയൺ വിത്ത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു AM ലെസ് ദാൻ ഓർ ഈക്വൽ ടു 196. സോ റേഞ്ച് ആണ് തന്നത്. ദ മിനിമം ഹൈറ്റ് x1 മൈനസ് x0 ഈസ് 55 മീറ്റർ. സിമ്പിളാക്കി പറഞ്ഞാൽ 1 AM ആകുമ്പം റേഡിയസ് കുറയല്ല ചെയ്യുക. സോ അതും 196 AM ആകുമ്പോൾ റേഡിയസ് കൂടും. സോ നമുക്ക് ആ രണ്ട് ലെങ്ത്താണ്. മാക്സിമം ആണ് എന്ത് x1ഉം മിനിമം ആണ് x0ഉം. സോ അതിൻ്റെ ഡിഫറൻസ് ആണ് കാണേണ്ടത്, വിച്ച് ഇസ് ആക്ച്വലി ദി ഡിറ്റക്ടറിൻ്റെ ലെങ്ത് ആണ്. അതാണ് ചോദിച്ചത്. 55 centimeter ആണോ ഉള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ എന്ത് ഇക്വേഷൻ ഉണ്ട്, ഷോർട്ട് ഇക്വേഷൻ ഉണ്ട്, അതിൽ നമുക്ക് ഇട്ട് നോക്കാം. ഇതാണ് റേഞ്ച് തന്നത്. ഓക്കെ, സോ 196 അല്ലേ. ഓക്കെ, സോ എക്സിൻ്റെ 1 വരുന്ന കേസ് H പ്ലസിൻ്റെ കേസാണ്. നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ എവിടെ വരെ പോകും. ദിസ് ഇസ് 4 centimeter. 196 ആകുമ്പോൾ റൂട്ടിലിട്ട് കൊടുത്താൽ 14 എന്ന് കിട്ടും. സോ വിച്ച് ഇസ് 14 ഇൻറ്റു 4 centimeter. സോ വിച്ച് ഇസ് ആക്ച്വലി 56. ഓക്കെ, 56 എന്ന് കിട്ടും. 56 centimeter എന്നല്ലേ കിട്ടുക. 4 centimeter to 56 centimeter. This is the maximum. Okay, this is the x1, this is the x0. നമുക്ക് x1 minus x0 ആണ് കാണേണ്ടത്, which is actually here 52 centimeter ആണ്. ഓപ്ഷൻസ് എന്താ നോക്കാം. ഓപ്ഷൻസ് 55 ആണ്, തെറ്റാണ്. ഓക്കെ, the minimum width W of the region. Okay, width W of the region of magnetic field for detecting iron with AM is equal to 196 is 56 centimeter. അപ്പോൾ നമ്മൾ വിടുത്ത് എങ്ങനെ മിനിമം മനസ്സിലാക്കാം. മാക്സിമം അത്രയും ആകാം, ബട്ട് മിനിമം മനസ്സിലാവണമെങ്കിൽ ഞാനിവിടെ വരച്ചിട്ടുണ്ടല്ലോ. ഓക്കെ,
ഒരു അയൺ ഇങ്ങനെ പോവാണ്, ഇതിൻ്റെ ബോർഡർ കൂടി ഇത് അങ്ങനെ കടന്നു പോവാണ്. ഓക്കെ, എന്നിട്ട് ഇത് അവിടെ എത്തും. സോ ഇതിന് വിടുത്ത് ആക്ച്വലി എന്താണ്? റേഡിയസ് ആണ്. ഓർത്ത് വെക്കണം, റേഡിയസ് ആണ്. ഓക്കെ, സോ വിടുത്ത് എന്ന് പറയുന്നത് ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ്. സോ ആ റേഡിയസ് എങ്ങനെ കാണാം? റേഡിയസ് എങ്ങനെ കാണാം? എക്സ് ശ്രദ്ധിക്കണം, എക്സിൻ്റെ വാല്യൂ അല്ലേ ഇവിടെ കണ്ടത്, റേഡിയസ് ആണ് കണ്ടത്. എക്സ് ആക്ച്വലി ഡയമീറ്റർ ആണ്. സോ x/2 ആണ് നമുക്ക് കണ്ടത്. സോ 2 സെൻറ്റിമീറ്റർ ഇൻറ്റു √am ആണ് എന്ത് വിടുത്ത്, ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ, √am ആണ്. am 196 ആണ് തന്നത്. സോ 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 14, സോ വിച്ച് ഇസ് ആക്ച്വലി 28 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ ആൾക്കാർ എന്ത് തെറ്റ് വരുത്തറിയോ? ഇങ്ങനെ ഇക്വേഷനൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. അവർ ചാടി പോയിട്ട് എക്സിൻ്റെ നേരത്തെ എക്സ് കണ്ടെത്തിയ പോലെ ഇതിനും വാല്യൂ കാണും. അപ്പോൾ 56 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും, ഇതിന് ഡബിൾ വാല്യൂ കിട്ടും. ബട്ട് ഓപ്ഷനിലും അതായിരിക്കും 56 സെൻറ്റിമീറ്റർ ആണ്. അവരത് പോയിട്ട് ടിക്ക് ചെയ്യും, ഫുൾ -2 അടിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, ഒറ്റ ഒന്ന് തെറ്റിയാൽ മതി, ഫുൾ -2 അടിക്കും. സോ ശ്രദ്ധിക്കുക, ഡി ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, ആകെ ഈ 2 ഓപ്ഷനാണ് കറക്റ്റ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആണ്. ഇതുവരെ കണ്ട വലിയ വലിയ ഘടാഘടീയമായ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഇടക്ക് ഒരു സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആകെ ഒന്നേ ഉള്ളൂ. ഡയമെൻഷൻസ് ഓഫ് എ കോൺ ആർ മെഷേർഡ് യൂസിങ് എ സ്കെയിൽ വിത്ത് എ ലീസ്റ്റ് കൗണ്ട് ഓഫ് 2 millimeter. Okay, least count of 2 millimeter. Diameter of the base and height are both measured to be 20 centimeter, 20.0 centimeter. Maximum percentage error in the determination of volume S. അപ്പോൾ ഒരു കോൺ നമുക്കൊക്കെ പരിചയമുള്ള ഫിഗർ തന്നെയാണ് കോണിൻ്റെ വോളിയം 1/3 pi r²h ആണ്. ഇതിലൊന്നും ചിന്തിക്കാനില്ല, കൂടുതൽ പറയാനുമില്ല. ഡെൽറ്റ v/v × 100 ആണ് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ r/r × 100 പ്ലസ് ഡെൽറ്റ h/h × 100 ഇതായിരിക്കും വരിക. പിന്നെ എറർ, പ്രത്യേകിച്ച് എററും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മെഷർമെൻറ്റിൽ ഉണ്ടാകുന്ന എറർ എന്തായിരിക്കും? അതിൻ്റെ ലീസ്റ്റ് കൗണ്ടാണ്. മിനിമം എന്തായാലും ലീസ്റ്റ് കൗണ്ട് എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ പറ്റൂ. സോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നേരെ ആൻസറിലേക്ക് കടക്കാം. Okay, so delta v/v × 100 is equal to 2 times 0.2. എത്ര? 2 mm അല്ലേ ലീസ്റ്റ് കൗണ്ട്. അതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ 0.2 സെൻറ്റിമീറ്റർ. 0.2 സെൻറ്റിമീറ്റർ ആണ് അതിലുള്ള മെഷർമെൻറ്റ് എറർ, ഡിവൈഡഡ് ബൈ 20.0 സെൻറ്റിമീറ്റർ ആണ് ആക്ച്വൽ റീഡിംഗ് എന്ന് പറയുന്നത്. പ്ലസ് ഹൈറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ലീസ്റ്റ് കൗണ്ട് സെയിം ഡിവൈസ് ആണ്. സോ 0.2 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 20.0 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്ര വരും? 2 × 0. ആദ്യം നമ്മൾ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 0.02 ആകും. പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 0.01 ആകും. 0.01 പ്ലസ് 0.01 ഇവിടെ എത്ര കിട്ടും? 0.02 പ്ലസ് 0.0 യെസ് ഇൻറ്റു 100 ആണ്. പെർസെൻറ്റേജ് എററാണ്. സോ ഇൻറ്റു 100 ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടില്ല. യെസ്, ഇവിടെ ഞാൻ എല്ലാത്തിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തിലെത്തുക? പെർസെൻറ്റേജ് എററിൽ എത്തുന്നത്. സോ 0.03 × 100 എന്ന് വെച്ചാൽ 3% ആണ് ആ ഒരു മെഷർമെൻറ്റിലെ എറർ എന്ന് പറയുന്നത്. സോ ദി മാക്സിമം പെർസെൻറ്റേജ് എറർ, മാക്സിമം എന്താണ്? 3 ആണ്. എന്തായാലും 3 വരെ ഉണ്ടാവാം, കാരണം ഒരു ലീസ്റ്റ് കൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? എറർ വരാൻ പോകുന്നത്. സോ ആൻസർ ഇസ് 3. 9th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആണ്. എ ബോൾ ഇസ് ത്രോൺ ഫ്രം ദ ലൊക്കേഷൻ x0 y0 is equal to 0,0 ഒറിജിനിൽ നിന്നാണ് ത്രോ ചെയ്യുന്നത്. ഓഫ് എ ഹൊറിസോണ്ടൽ പ്ലേ ഗ്രൗണ്ട് വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് v0 at an angle θ0 from the positive x direction. The ball is to be hit by a stone which is thrown at the same time from the location x1 y1 which is equal to L,0. The stone is thrown at an angle 180 minus θ1 from the positive x direction with a suitable initial speed എന്ന് പറഞ്ഞിട്ടുണ്ട്. with a suitable initial speed. ഓക്കെ, അപ്പോൾ എന്തായാലും ഹിറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ 2 കല്ലുകൾ എറിയുന്നുണ്ട്. ഫോർ എ ഫിക്സ്ഡ് v0 when θ1 is 45, the stone hits the ball after time t1 and when θ1 equal to 60-30 it hits the ball after time t2. in such a case t1/t2 whole square is equal to. അപ്പോൾ ഇത് പ്രൊജക്ടൈൽ മോഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് പ്രൊജക്ടൈൽ മോഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് കുറച്ച് എന്താ പറയുക, ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ നമുക്കിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം, ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടും ചെയ്യാം. 2 അപ്രോച്ചും പോസിബിൾ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂഷ്വലി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു JEE മെയിൻ വരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഒറ്റ പ്രൊജക്ടൈലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 പ്രൊജക്ടൈലുകളാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
യെസ്, ഒന്ന് 0,0 നിന്ന് എറിയുന്ന പ്രൊജക്ടൈലാണ് ആദ്യത്തത്. അതുപോലെ രണ്ടാമത്തെ പ്രൊജക്ടൈൽ കുറച്ചുകൂടെ ദൂരെ നിന്ന് എറിയുകയാണെന്ത് L,0 നിന്നാണ് എറിയുന്നത്. ആദ്യത്തെ പ്രൊജക്ടൈൽ എറിയുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് എടുത്തിട്ടുള്ളത് θ0 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ പ്രൊജക്ടൈലിന്റെ പ്രത്യേകത അത് 180 - θ1 എന്ന് പറയുന്ന ആംഗിളിലാണ് ത്രോ ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ θ1 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നും 180 - θ1, പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് 180 - θ1 എന്ന് പറയുമ്പോൾ അത് മിക്കവാറും എന്താണ് ഒരു ഒപ്റ്റ്യൂസ് ആംഗിൾ ആണ്. വിച്ച് മീൻസ് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ പ്രൊജക്ടൈൽ എറിയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രൊജക്ടൈൽ എറിയുന്ന ഡയറക്ഷൻ അപ്രോക്സിമേറ്റ്ലി ഈ രൂപത്തിലേക്കാണ് വരിക. അപ്പോൾ ഇതാണ് θ1. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 180 - θ1 ഇതാണ്. ഫ്രം പോസിറ്റീവ് എക്സ് ആക്സിസ് 180 - θ1. ക്ലിയർ ആണല്ലോ? ഇത് രണ്ടും എന്ത് ചെയ്യും കൂട്ടിമുട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊജക്ടൈൽ മോഷൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലെങ്തിയാണ്. പക്ഷേ റിലേറ്റീവ് മോഷൻ്റെ അപ്രോച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെ റിലേറ്റീവ് മോഷൻ്റെ അപ്രോച്ച് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ വെലോസിറ്റി V0 ആണ്, രണ്ടാമത്തെ ആളുടെ വെലോസിറ്റിയോ അത് സ്യൂട്ടബിൾ സ്പീഡാണ്, എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, അതിനെ നമുക്ക് V1 എന്ന് വിളിക്കാം. അപ്പോൾ സ്പീഡ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇവിടെ രണ്ട് പേരുടെയും എന്ത് ആക്ച്വലി സെയിം ആണ്? ആക്സിലറേഷൻ സെയിം അല്ലേ? രണ്ടാൾക്കും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഒന്നുമില്ല, രണ്ടാൾക്കും വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്രോച്ച് ആണ്. റിലേറ്റീവ് ആക്സിലറേഷൻ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ പിന്നെ അങ്ങോട്ട് രണ്ടുപേരുടെയും മോഷൻ നമ്മൾ ഒരുമിച്ച് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിത്തൗട്ട് എനി ആക്സിലറേഷൻ ഉള്ള മോഷനായിട്ട് ഇവരെ പരിഗണിക്കാം. മനസ്സിലായി? ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് വെർട്ടിക്കലിൽ മാത്രമേ ആക്സിലറേഷൻ ഉള്ളൂ, രണ്ടാൾക്കും സെയിം ആണ്. അത് നമ്മൾ റിലേറ്റീവ് ആക്സിലറേഷൻ 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു റിലേറ്റീവ് മോഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? രണ്ടാൾക്കും ഒരുമിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരിതാ രണ്ടുപേരും സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. രണ്ടുപേരും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും പിന്നെ എന്ത് ചെയ്യുന്നുണ്ടാവുക? മൂവ് ചെയ്യുന്നുണ്ടാവുക. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇത് 1 ലൈനർ ക്വസ്റ്റ്യൻ ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ θ0 45 ഡിഗ്രി, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള θ1 45 ഡിഗ്രി കേസ് ഉണ്ട്. അതുപോലെ ഈ സമയത്തുള്ള ടൈമാണ് T1. ഓക്കെ, ആ സമയത്തുള്ള ടൈമാണ് T1. അപ്പോൾ ഇനി ഫസ്റ്റ് ഒബ്ജക്റ്റിനെ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ഒബ്ജക്റ്റിനെ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കൂട്ടിമുട്ടുന്ന പോയിന്റ്. സ്പേസിൽ അവർ ഇവിടെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? കൂട്ടിമുട്ടാൻ പോകുന്നത്. അപ്പോൾ T1 എന്ന് പറയുന്ന ടൈം നമ്മൾ ഇനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ, എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ എത്രയാണ് വരിക? L ആണ് വരിക. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, ഇത് 45 ഡിഗ്രിയും ഇതും 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കാണുന്ന L അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ശരിയല്ലേ? L ഹൈപ്പോട്ടന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റ് ആ മീറ്റിംഗ് പോയിന്റ് വരെ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് L/√2 ആണ്. കറക്റ്റ് അല്ലേ? L/√2 ആണ്. അപ്പോൾ T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ V0 ആണ്. സോ L ഡിവൈഡഡ് ബൈ √2 V0 ആണ് T1 എന്ന് പറയുന്ന സമയം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും θ0 എന്ന് പറയുന്നത് നമ്മളോട് എന്തെടുക്കാനാണ് പറഞ്ഞത്? 60 ഡിഗ്രി ആയിട്ട് എടുക്കാനാണ് പറഞ്ഞത്. θ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും ഇവിടെ 90 ഡിഗ്രി തന്നെയാണ് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഹൈപ്പോട്ടന്യൂസ് L ആണെന്നുണ്ടെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്തായിരിക്കും? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് L/2 ആയിരിക്കും. മനസ്സിലായോ? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്തായിരിക്കും? L/2 ആയിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമാണ് T2 എന്ന് പറയുന്നത് L/2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് സെയിം ആണ്, ഫിക്സഡ് V0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ T1/T2 എന്താ? T1/T2 L/√2 V0 ഇതെന്തായിരിക്കും? ഇത് L ഡിവൈഡഡ് ബൈ 2 V0 ആണ്. ഡിവൈഡഡ് ബൈ L ഡിവൈഡഡ് ബൈ 2 V0 എന്ന് വരും. ഇതിൽ എല്ലും ക്യാൻസൽ ആയി പോവുകയും V0 ക്യാൻസൽ ആയി പോയിട്ട് 2/√2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു √2 ആണ് നമ്മുടെ T1/T2 റേഷ്യോ. നമുക്ക് വേണ്ടത് T1/T2ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, T1/T2ൻ്റെ സ്ക്വയർ ആണ്. സോ T1/T2 സ്ക്വയർ എന്ന് പറയുന്നത് 2 ആയിരിക്കും നമ്മുടെ ന്യൂമറിക്കൽ ആൻസർ. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറച്ചുകൂടി ടൈം എടുക്കുന്ന മെത്തേഡാണ് ബാക്കി യൂഷ്വൽ മെത്തേഡുകൾ. പക്ഷേ ഇതിൽ നമ്മൾ റിലേറ്റീവ് ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പരസ്പരം ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും റിലേറ്റീവ് മോഷനിൽ ഇപ്പോൾ 2 ബസ്സുകൾ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? ട്രാവൽ ചെയ്യാണ് അല്ലേ? അപ്പോൾ ഒരു റിലേറ്റീവ് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബസ്സിനെ നമുക്ക് റെസ്റ്റിൽ
ഇരുത്തുന്നതിന് തുല്യമാണ്. റിലേറ്റീവ് സ്പീഡ് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ റെസ്റ്റിലിരിക്കുന്നതിന് തുല്യമാണ് അവർക്കിടയിലുള്ള റിലേറ്റീവ് സ്പീഡ് നോക്കുമ്പോൾ. ഇവിടെ റിലേറ്റീവ് സ്പീഡ് എടുക്കാൻ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലില്ല. റിലേറ്റീവ് ആക്സിലറേഷൻ 0 ആണ്. രണ്ടുപേരും സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. 10th ക്വസ്റ്റ്യൻ നോക്കാം. അത് അഗെയിൻ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആണ്. എ ചാർജ് ഇസ് കെപ്റ്റ് അറ്റ് ദി സെൻട്രൽ പോയിന്റ് ഓഫ് എ സിലിണ്ടറിക്കൽ റീജിയൻ. ദ ടു എഡ്ജസ് subtend an angle in a half angle theta at P as shown in the figure. When theta equal to 30 degree, the electric flux through the curved surface of the cylinder is phi. If theta equal to 60 degree, then the electric flux through the curved surface becomes phi by root n, where value of n is equal to. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സിലിണ്ടർ തന്നിട്ടുണ്ട്. ആ സിലിണ്ടറിൽ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ രണ്ട് എഡ്ജസുമായിട്ട് സെൻട്രൽ പോയിന്റ് ഉണ്ടാക്കുന്ന ഈ വെർട്ടിക്കൽ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഇനി ഏറ്റവും നടുക്കായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? ചാർജ് വെച്ചിട്ടുണ്ട്. ഫ്ലക്സ് ആണ് ചോദ്യം. ഇതുപോലെ നമ്മൾ ക്യൂബിൻ്റെയും അതുപോലെ തന്നെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് എത്രയാണ്, അല്ലെങ്കിൽ മറ്റേ ഫേസിലൂടെയുള്ള ഫ്ലക്സ് എത്രയാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്ലക്സ് ത്രൂ ദി കർവ്ഡ് സർഫസ്. കർവ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് ആണ് ബേസിക്കലി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അതിനുവേണ്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആകെ മേലെയും താഴെയുള്ള രണ്ട് സർക്കുലർ ആയിട്ടുള്ള ഫേസുകളും പിന്നെ ഒരു കർവ്ഡ് സർഫസുമാണ് ഉള്ളത്. അപ്പോൾ മുകളിലേക്കും താഴേക്കുമുള്ള ഫ്ലക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് എത്രയാണ്? ഈ പി എന്ന് പറയുന്ന അവിടെ ചാർജ് ലെറ്റ്സ് ക്യൂ ആണെന്ന് വിചാരിച്ചോ. ഫ്ലക്സ് ടോട്ടൽ ഫ്ലക്സ് ഈ ഒരു സിലിണ്ടറിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ ε0 ആണ്. അതിൽ നിന്നും മുകളിലേക്കും താഴേക്കുമുള്ള രണ്ട് സർക്കുലർ ഫേസിലൂടെയുള്ള ഫ്ലക്സ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കർവ്ഡ് സർഫസിലൂടെ മാത്രമുള്ള ഫ്ലക്സ് നമുക്ക് കിട്ടും. സിമ്പിളാണ്. ഓക്കെ, അതെങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അഗൈൻ 3 ഡയമെൻഷനിലാണ് ഫിഗർ. ഈ ആംഗിൾ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ പോലും ആ കോണിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സെൻട്രൽ നടുക്കുള്ള ചാർജ് കാരണമുള്ള ഫ്ലക്സ് ലീക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലക്സ് എക്സിറ്റ് ചെയ്യുന്നത് ഈ കോണിലൂടെയാണ് അല്ലേ? 3 ഡയമെൻഷനിലാണ്. അപ്പോൾ ആ തീറ്റ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതൊരു സോളിഡ് ആംഗിളാണ്. ആ കോണിൻ്റെ അകത്ത് കിടക്കുന്നത് ഒരു സോളിഡ് ആംഗിളാണ്. ആ സോളിഡ് ആംഗിളിലൂടെയാണ് എന്ത് ചെയ്തത്? ഫ്ലക്സ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതാണ് കർവ്ഡ് സർഫസിലൂടെ. അപ്പോൾ ഫൈ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? തീറ്റ 30 ഡിഗ്രി ആകുമ്പോഴുള്ള ഫൈ തന്നിട്ടുണ്ട്. ഫൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫൈനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ടോട്ടൽ ഫ്ലക്സിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? അപ്പർ കോണും അതുപോലെ തന്നെ ലോവർ കോണും, താഴെയും ഒരു കോൺ ഉണ്ടാവും അല്ലേ? ഈ രണ്ട് കോണുകളിലൂടെയും ഫ്ലക്സ് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ഫ്ലക്സ് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, സോ 2 ഇൻറ്റു 2 ഫ്ലക്സുകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? സബ്ട്രാക്ട് ചെയ്യാനുണ്ട്. ഞാനതവിടെ താഴേക്ക് എഴുതുകയാണ്. സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫൈ എന്ന് പറയുന്ന ടേം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫൈ എന്ന് പറയുന്ന ടേം 30 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു Q ബൈ ε0 മൈനസ് 2 ടൈംസ് Q ബൈ ε0 ഡിവൈഡഡ് ബൈ 4π ആണ് ഒരു ഫുൾ സ്ഫിയറിലുള്ള സോളിഡ് ആംഗിൾ എന്ന് നമുക്കറിയാം. ഇൻറ്റു 2π ഇൻറ്റു 1 മൈനസ് കോസ് 30 ഡിഗ്രി. അപ്പോൾ സോളിഡ് ആംഗിൾസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത ആളുകൾക്കറിയാം ഈ ഒരു ഹാഫ് ആംഗിൾ 30 ഡിഗ്രി ആണ് അല്ലെങ്കിൽ തീറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സോളിഡ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണത് 2π ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. 2π ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഒരു കോണിൻ്റെ ഹാഫ് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് ആ കോൺ സബ്റ്റൻഡ് ചെയ്യുന്ന ടോട്ടൽ സോളിഡ് ആംഗിൾ കിട്ടുന്ന ഫോമാണ് 2π ഇൻറ്റു 1 മൈനസ് കോസ് 30 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ സോളിഡ് ആംഗിൾ, ഒരു പോയിന്റിലുള്ള ടോട്ടൽ സോളിഡ് ആംഗിൾ ആണ് 4π സ്റ്റെറഡിയൻ. അതിൻ്റെ ഫ്രാക്ഷനാണ് ഈ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Q ബൈ ε0 നമുക്ക് കോമൺ ആക്കി എടുത്താൽ 1 മൈനസ് ഇവിടെ 2 ഇൻറ്റു 2 4πയും എന്ത് ചെയ്യാനാണ്? ക്യാൻസൽ ചെയ്ത് പോകാനുള്ളതാണ്. റൈറ്റ്, 1 മൈനസ് കോസ് 30 ഡിഗ്രി എന്ന് വരും. സോ ഇത് Q ബൈ ε0 ഇൻറ്റു 1 മൈനസ് 1 കഴിഞ്ഞിട്ട് അത് ബ്രാക്കറ്റിൽ നിന്ന് പോകും. പിന്നെ അടുത്ത മൈനസ് പ്ലസ് ആകും. ഇൻറ്റു കോസ് 30 ഡിഗ്രി എന്ന് വരും. സോ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? Q ബൈ 2ε0 ആണ്. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ് കിട്ടാൻ പോകുന്നത്? Q ഡിവൈഡഡ് ബൈ 2ε0 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? തീറ്റ മാറ്റി 60 ഡിഗ്രി ആക്കുമ്പോൾ എത്രയാണെന്നുള്ളതാണ് അല്ലേ? അതിൻ്റെ റിലേഷനാണ് വേണ്ടത്. അപ്പോൾ തീറ്റ മാറ്റിയിട്ട് 60 ഡിഗ്രി ആക്കുമ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഇതേപോലെ തന്നെ സെയിം പരിപാടി ഒന്നും കൂടെ ചെയ്താൽ മതി. സോ അത് എത്രയാണ്? സോ തീറ്റ അറ്റ് 60 ഡിഗ്രിയിലുള്ള തീറ്റ എന്ന് പറയുന്നത് ഫൈ എന്ന് പറയുന്നത് 5/√n ആണ് അത്രേ. ഓക്കെ, 5 ഡിവൈഡഡ് ബൈ √n ആണ് 60 ഡിഗ്രിയിലുള്ള കർവ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ്. അത് നമുക്ക് അഗെയിൻ സെയിം സ്റ്റെപ്സ് തന്നെ എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ Q ബൈ ε0 മൈനസ് Q ബൈ ε0 മൈനസ് വീണ്ടും നമ്മൾ ഇതേ പരിപാടി തന്നെ ഒന്നുകൂടി ചെയ്യുന്നു. 2 ഇൻറ്റു Q ബൈ ε0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 2π ഇൻറ്റു 1 മൈനസ് കോസ് 60 ഡിഗ്രി എന്ന് വരും. ബാക്കി നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് വീണ്ടും വരാൻ പോകുന്നത്. Q ബൈ ε0 ഇൻറ്റു 1 മൈനസ് 1 എല്ലാം അതേപോലെ തന്നെ വരും. ബാക്കി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ലാസ്റ്റ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോസ് 60 ഡിഗ്രി എന്ന് മാത്രമാണ് ഉണ്ടാവുക. സോ ദിസ് ഈസ് ഈക്വൽ ടു √3/2
അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 1/2. ഇതാണ് 1/2 അല്ലേ? സോറി, ഇതാണ് 1/2 Q/ε0. നേരത്തെ ഉണ്ടായിരുന്നത് 30 ഡിഗ്രി. യെസ്, 30 ഡിഗ്രി എന്തായി മാറും? ഇവിടെ ഹാഫ് അല്ല വരിക, ഇവിടെ √3/2 ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, √3/2 ആണ്. അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഫൈ √3/2 × Q/ε0 ആണ്. 60 ഡിഗ്രി, ആ ആംഗിൾ 60 ഡിഗ്രി ആക്കിയപ്പോൾ ഉള്ള ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ആണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ദിസ് ഈസ് ആക്ച്വലി എന്താണ്? 5/√10 ആണിത്. മനസ്സിലായോ? സോ 5 ഡിവൈഡഡ് ബൈ √10 ആണ്. ഇനി ആ നമ്പർ കണ്ടുപിടിക്കാനുള്ളൂ, അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് എത്രയാണ്? ഇത് 2/ε0 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ √n is equal to Q/2/ε0. ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. √3/2 Q/ε0 ഡിവൈഡഡ് ബൈ 1/2 Q/ε0 എന്ന് വരും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി, 2 ക്യാൻസൽ ആകും. ഇത് √3 എന്ന് വരും. √3 ആണെന്നുണ്ടെങ്കിൽ n ഈക്വൽ ടു എന്താണ്? n is equal to 3 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തുകയാണ്. ഓക്കെ, 11th ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ റേ ഓപ്റ്റിക്സിൽ നിന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആകെ കാണേണ്ടത് തീറ്റ എന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ വാല്യൂ ആണ്. അതിൽ അവർ തന്നിട്ടുണ്ട്, ബട്ട് അൺനോൺ ആയിട്ടുള്ള ബീറ്റ ഉണ്ട്. ബീറ്റൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. സോ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ P1 ഉം P2 ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ആദ്യത്തെ തീറ്റ ഇൻസിഡൻ്റ് ആയി, എന്നിട്ട് ഈ റേ ഇങ്ങനെ പോയി അവിടെ നിന്ന് പുറത്തോട്ട് എമർജ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ഇതിൽ കയറുന്ന നേരത്ത് P2 എന്താണ്? മിനിമം ഡിവിയേഷൻ്റെ കണ്ടീഷനാണ് ഒക്കർ ചെയ്യുക. സോ ഇതാണ് ഏകദേശം റേ ഡയഗ്രാം. ഓക്കെ, സോ നമ്മൾ ബീറ്റ കാണണം, തീറ്റ ഓഫ് ഇൻസിഡൻസ് കാണണം. സോ എങ്ങനെ തുടങ്ങാം? സോ റേ ഡയഗ്രാമത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോർമൽ വരയ്ക്കാം. ദിസ് ഈസ് ദി എമർജിങ് ആംഗിൾ വിച്ച് ഈസ് ഇ, ആൻഡ് ഈ സെയിം ആംഗിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ഓക്കെ, ദിസ് ഈസ് ഓൾസോ ഇ. കാരണം എന്താ? മിനിമം ഡീവിയേഷൻ ആണ് P2 എന്ന പ്രിസത്തിൽ ഒക്കെ അറിയുന്നത്. സോ അതാണ് മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ. എമർജിങ് ആൻഡ് ഇൻസിഡൻറ്റ് ആംഗിൾസ് ഫോർ ദി പ്രിസം ആർ ഈക്വൽ. ഓക്കെ, ആൻഡ് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ഈ ആംഗിളിനെ നമുക്ക് R2 എന്ന് വിളിക്കാം. ഓക്കെ, ദിസ് ഈസ് R, ദിസ് ഈസ് അത് R1 എന്ന് വിളിക്കാം, ദിസ് ഈസ് R3 എന്ന് വിളിക്കാം. ഓക്കെ, ദിസ് ഈസ് R3. സോ ലെറ്റ് സി, നമുക്ക് ആദ്യം ഇ കാണാം. ഇ എങ്ങനെ കാണും? ഇക്വലാറ്റർ പ്രിസം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് 60 ഡിഗ്രി. ഓക്കെ, സോ 60 ഡിഗ്രി ആണെങ്കിൽ ഈ R1 ഈസ് ആക്ച്വലി ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. ബിക്കോസ് ഈ R1 ഉം ഈക്വൽ ആയിരിക്കും. ഈ ഈക്വൽ ആയതുകൊണ്ട് സോ R1 ഈസ് ഈക്വൽ ടു A, which is the prism angle, which is 60. So R1 is equal to 30 degree. And ഇവിടെ Snell's law apply ചെയ്യാം. സോ P2ൻ്റെ ഇത് കാണണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണണം. P2ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണ്. ഓക്കെ, സോ √3 sin R1, which is sin 30, which is equal to 1 into sin E. Okay, sin 30 is √3/2. So നമുക്ക് ഇൻ്റെ വാല്യൂ കിട്ടി എന്ത്? സോ വിച്ച് ഇംപ്ലൈസ് ഇ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി ആണ് ഇ. ഇനി ഈ 60 ആണെങ്കിൽ ഇവിടെ 60 ആണ്. ഇത് പാരലൽ സർഫസ് ആയതുകൊണ്ട് ഇവിടെയും 60 ഇ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. ഓക്കെ, ആൻഡ് നമുക്ക് R2ൻ്റെ വാല്യൂ കാണാം. അവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. ആകെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, സോ സൈൻ 60 ഡിഗ്രി അവിടെ എയർ ആണ്. ഓക്കെ, 1 ദെൻ √3/2 അല്ലേ? യെസ്, √3/2 സൈൻ R2 ആണ്. ഓക്കെ, സൈൻ R2. സോ സൈൻ 60 is actually √3/2. സോ √3 ക്യാൻസൽ ആവും. ഇവിടെ √2 ഉണ്ടാകും. സൈൻ R2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? R2 is equal to 45 ഡിഗ്രി. ഹൗ? ഇവിടെ √3 ഉണ്ട് കേട്ടോ. ഈ √3 ക്യാൻസൽ ആവും. √2 ഇവിടെ 2 ഉണ്ട്. സോ ഇത് √2 ആവും. സോ സൈൻ R2 is equal to 1/√2 എന്ന് കിട്ടും. സോ R2 45 ഡിഗ്രി ആണ് കേട്ടോ. 40 ഡിഗ്രി അല്ല, 45 ഡിഗ്രി ആണ്. ഓക്കെ, സോ നമുക്ക് R2 45 ഡിഗ്രി ഇട്ടിട്ടുണ്ട്. ഇത് 60 ആണ് അറിയാം. സോ R2 + R3 ആണെന്ത്? R2 + R3 ആണെന്ത്? 60 ഡിഗ്രി അല്ലേ? സോ
R3 എന്ത് കിട്ടും? 60 മൈനസ് R2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 60 മൈനസ് 45 വിച്ച് ഇസ് ആക്ച്വലി ഈക്വൽ ടു 15 ഡിഗ്രി. ഓക്കെ, ദിസ് ദി R3 വാല്യൂ. ഇനി ഇവിടെ ഒന്നുകൂടി സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു √3/2 ആൻഡ് സൈൻ R3 ഇസ് ഈക്വൽ ടു സൈൻ R3 നമുക്ക് π/12 ആക്കി എഴുതാം. ഓക്കെ, π/6 ആണ് 30, 13 ഹാഫ് ആണ് 15, സോ π/12 ആണ്. ആൻഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. സോ തീറ്റ ഈസ് ആക്ച്വലി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഈ വാല്യൂ √3/2 സൈൻ π/12. ഇനി നമുക്ക് തീറ്റ തന്നിട്ടുണ്ട്, സെയിം ഫോർമാറ്റ് ആണ്. അപ്പോൾ π/12 ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ബീറ്റ ഈസ് ആക്ച്വലി π/12. ഓക്കെ, ഇസ് ആക്ച്വലി π/12. സോറി, ബീറ്റ ഈസ് ആക്ച്വലി 12. ഓക്കെ, ബീറ്റ എന്താണ്? 12 ആണ്. ഓക്കെ, π/12 ആണ്. സോ ബീറ്റ ഈസ് ഈക്വൽ ടു 12. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12th ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുകയും പക്ഷേ ആക്ച്വലി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണത്. ഇതും ഡൂവബിൾ തന്നെയാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ കുട്ടികൾക്ക് അറിയണം. അഡ്വാൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് തിൻ വയർ ഹാവിംഗ് എ യൂണിഫോം ചാർജ് ഡെൻസിറ്റി പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് 5 NC per meter is passing through a spherical shell of radius 1 meter as shown in the figure. A 10 nanocoulomb charge is distributed uniformly over the spherical shell. If the configuration of the charges remains static, the magnitude of the potential difference between the points P and R in volt is. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു ഷെല്ല് നമ്മുടെ കയ്യിലുണ്ട്. ആ ഷെല്ലിന് എന്ത് ചെയ്തിരിക്കുകയാണ്? അപ്പം ഇത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഷെല്ലാണ്. എങ്ങനെയാണ് ചിത്രം വരച്ചിരിക്കുന്നത് എന്നുള്ള ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കതിൻ്റെ സൈഡ് വ്യൂ ആണുള്ളത്. അപ്പോൾ നമ്മുടെ ബോർഡിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്കാണ് എന്തുള്ളത്? നമ്മുടെ സിലിണ്ട്രിക്കൽ ഷെല്ല് ഉള്ളത്. ഓക്കെ, യെസ്, കറക്റ്റ് അല്ലേ? സോറി, സ്ഫെറിക്കൽ ഷെല്ലാണ്. സോ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സൈഡ് വ്യൂ ആണത്. സോറി, സ്ഫെറിക്കൽ ഷെല്ലിന് തുളഞ്ഞു കയറിയിരിക്കുകയാണ്, പിയേഴ്സ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ എന്ത് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈനിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ തന്നിട്ടുണ്ട്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ 5 nanocoulomb per meter ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് 1 meter ആണെന്ന് തന്നിട്ടുണ്ട്. വേറെ എന്താ തന്നത്? 10 nanocoulomb of charge is distributed uniformly over the spherical shell. അപ്പോൾ ഈ ഷെല്ലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ടോട്ടൽ 10 nanocoulomb ആണ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പിയും ആറും, പി എന്ന് പറയുന്നതിൻ്റെ ആറിൻ്റെ ഡിസ്റ്റൻസുകളൊക്കെ തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ടത് VP മൈനസ് VR എത്രയാണ്, ടോട്ടൽ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ബേസിക്കലി 2 ചാർജ് കോൺഫിഗറേഷൻ ഇവിടെ ഉണ്ട്. ഒന്ന് സ്ഫെറിക്കൽ ഷെല്ലും രണ്ടാമത്തത് ഒരു ലൈനുമാണ്. അപ്പോൾ ഈ 2 ഒബ്ജക്റ്റുകൾ കാരണവും പിക്കും ആറിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇൻഡിവിജ്വലി നമ്മളെല്ലാവരും പഠിച്ചതാണ്. അത് 2 തവണ അപ്ലൈ ചെയ്താൽ മതി, എന്നിട്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ സ്ഫെറിക്കൽ ഷെല്ല് നിങ്ങൾ നോക്കുക. സ്ഫെറിക്കൽ ഷെല്ലിൽ VP കാണുന്നുണ്ടെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് KQ/R ആണ് അല്ലേ? KQ/R ആണ്. അതിൽ ഇവിടെ നിങ്ങൾക്ക് വാല്യൂസ് അറിയാം. 9 × 10⁻⁻⁹ ആണ് കെയുടെ വാല്യൂ, ഇൻറ്റു 10 nanocoulomb ആണ് അല്ലേ? സോറി, 9 × 10⁻⁹. 10 nanocoulomb ആണ് ഇവിടെ തന്നിട്ടുള്ള വാല്യൂ. 10 nanocoulomb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് 9 × 10⁻⁹ ആണ്. 10 nanocoulomb എന്നതിനെ 10 × 10⁻⁻9 എന്ന് എഴുതാം. അത് എന്തായിട്ട് മാറും? അത് 10⁻⁸ ആയിട്ട് മാറും. ഇൻറ്റു 10⁻⁸ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ എത്രയാണ്? അത് 0.5 ആണ്. ഓക്കെ, 0.5 ആണ്. അത് 10⁻⁹ 10⁻⁻8 കട്ട് ചെയ്ത് പോകും. ബാക്കി 10 ആണ് അവിടെ ഉണ്ടാവുക. 90/0.5 ദാറ്റ് ഈസ് എത്രയാണ് വരാൻ പോകുന്നത്? 180 എന്ന് വരും. ഓക്കെ, സോ VP ഇസ് ഈക്വൽ ടു പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ. പി എന്ന് പറയുന്നത് നമ്മുടെ ഷെല്ലിൻ്റെ അകത്തുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഷെല്ലിൻ്റെ അകത്തുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയാണ്. അത് KQ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ ഷെല്ലാണ്. സോ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 10⁻⁹ മൾട്ടിപ്ലൈഡ് ബൈ Q എന്ന് പറയുന്നത് ചാർജ് 10 nanocoulomb ആണ്. 10 nanocoulomb എന്ന് പറയുന്നത് 10⁻⁻8 ആണ്. 10⁻⁻8 ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ ഷെൽ എന്ന് പറയുന്നത് 1 meter ആണ്. സോ ദിസ് വിൽ ബി 90 volt ആണ്. ഇതുപോലെ തന്നെ ഇനി ആറിലെ പൊട്ടൻഷ്യലും ഇതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. KQ/R. അതിലെ KQലൊന്നും ഒരു മാറ്റമില്ല. ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. 6 വരെയുള്ള ദൂരം 2 meter ആണ്. സോ ദിസ് വിൽ ബി 45 volt എന്ന് കിട്ടും. 90 ഡിവൈഡഡ് ബൈ 2 45 volt ആണ്. സോ ഡ്യൂ ടു ഷെൽ അല്ലേ, ഷെല്ല് മാത്രം റീസൺ ആയിക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ, ഷെല്ലിൻ്റെ മാത്രം കാരണം VP മൈനസ് VR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 90 - 45 ആണ്. അത് 45 volt ആണ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഡ്യൂ ടു ലൈൻ ചാർജ് ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക?
ലൈൻ ചാർജ് കാരണം ഉള്ള എത്രയാണെന്ന് നോക്കാം. ലൈൻ ചാർജ് കാരണമുള്ളത് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ലൈൻ ചാർജ് കാരണമുള്ളത് എത്രയാണെന്ന് നോക്കാം. സോ ലൈൻ ചാർജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ യെസ്, അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവും. ലൈൻ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ ഇതുപോലെ രണ്ടെണ്ണം സെപ്പറേറ്റ് കാണണമെന്നില്ല, ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ ഒരൊറ്റ ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫ്രം പി മുതൽ ആർ വരെ, അല്ലേ, പി മുതൽ ആർ വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ലൈൻ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. സോ ലൈൻ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി പി ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻറ്റഗ്രൽ 0.5 മീറ്റർ മുതൽ നമ്മൾ 2 മീറ്റർ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. 2k ലാംഡ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സിനെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1/x-നെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ln ആയിരിക്കും, ലോഗ് ആയിരിക്കും നമുക്ക് ആൻസറിൽ കിട്ടാൻ പോകുന്നത്. സോ 2k ലാംഡ ഇൻറ്റു ln x, അല്ലേ, 2k ലാംഡ ഇൻറ്റു ln x ഫ്രം 0.5 to 2. log a മൈനസ് log b, അതായത് log a ബൈ ബി വരും. 2/0.5 log 4 ആണ് വരിക. സോ 2 ഇൻറ്റു 9 ഇൻറ്റു 10⁻⁹ k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇൻറ്റു 10⁻⁹ ആണ്. ലാംഡ 5 ഇൻറ്റു 10⁻⁻⁹ ആണ്. 5 നാനോ കൂളം പെർ മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻറ്റു ln 4. അപ്പോൾ ln 4ൻ്റെ വാല്യൂസ് ഒന്നും കുട്ടികൾക്ക് ആർക്കും കാണാതെ അറിയുന്നുണ്ടാവില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ln 2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ln 4നെ നമുക്ക് എങ്ങനെ എഴുതാം? ln 2 സ്ക്വയർ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ln 2 എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. സോ ബാക്കി എന്തൊക്കെയുള്ളത്? 2 ഇൻറ്റു 9 ഇൻറ്റു 10⁻⁹ 10⁻⁻⁹ ക്യാൻസൽ ആയി പോകും. 5 ഇൻറ്റു 2 ഇൻറ്റു 0.7 എന്ന് വരും. ഓക്കെ, 0.7 എന്ന് വരും. സോ ഇത് മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു 5 10 ആണ് ഇവിടെ, അല്ലേ. 10 ഇൻറ്റു 0.7 അത് എത്രയാണ്? 7 എന്ന് വരും. ഓക്കെ, 7 ഇൻറ്റു 2 14. 14 ഇൻറ്റു 9 എന്ന് പറയുന്നത് എത്രയാണ്? 131 ആണ്. ഓക്കെ, 131 കറക്റ്റ് അല്ലേ? 14 ഇൻറ്റു 9 എന്ന് പറയുന്നത് 131 അല്ല, 126 ആയിരിക്കും. യെസ്, 14 ഇൻറ്റു 9 എന്ന് പറയുന്നത് 126 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ലൈൻ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എഴുതി 126 ആണ്. അതുപോലെ തന്നെ ഷെല്ല് കാരണം 45 വോൾട്ട് ആണ്. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് ആർ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 45 പ്ലസ് 126 എന്ന് വരും. അത് 171 വോൾട്ട് ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ. 13th ക്വസ്റ്റ്യൻ എക്സസ് പ്രഷർ എന്ന ടോപ്പിക്കിൽ നിന്നാണ്, ഫ്ലൂയിഡ്സത്തെ. സോ ഇവർ തന്നത് ഒരു സ്ഫെറിക്കൽ സോപ്പ് ബബിൾ ആണ്. സോപ്പ് ബബിളിൻ്റെ എക്സസ് പ്രഷർ എത്ര? ഡെൽറ്റ പി ആണ് നമ്മളിവിടെ എക്സസ് പ്രഷറിന് യൂസ് ചെയ്യുന്നിട്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സർഫസ് ടെൻഷൻ എസ് ഇൻറ്റു ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദി സോപ്പ് ബബിൾ. ഓക്കെ, അതാണ് എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 144 പി ആണ്. വെൻ പി നോട്ട് ഇസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. ഓക്കെ, ബട്ട് വെൻ പ്രഷർ ഈസ് റെഡ്യൂസ് ടു 8 പി നോട്ട് ബൈ 27, ബബിളിൻ്റെ റേഡിയസ് മാറി. ബട്ട് ഈ പ്രോസസ്സിൽ ടെമ്പറേച്ചർ അൺചേഞ്ച്ഡ് ആണ്. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടെമ്പറേച്ചർ അൺചേഞ്ച്ഡ് ആണെങ്കിൽ അത് ഐസോതെർമൽ പ്രോസസ്സാണ്. സോ V1 ഈസ് ഈക്വൽ ടു P2 V2 എന്നാണ്, അല്ലേ? ഐസോതെർമൽ ഇക്വേഷൻ അല്ലേ? ഓക്കെ, സോ ആദ്യത്തെ പ്രഷറും ഇൻറ്റു വോളിയം ഈക്വൽ ടു P2 V2 ആണ് കിട്ടുക, ഫൈനൽ പ്രഷർ ഇൻറ്റു വോളിയം. സോ ഇത് നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ റേഡിയസ് കിട്ടും. ഓക്കെ, ചോദിച്ചത് ന്യൂ എക്സസ് പ്രഷറാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രഷറിൻ്റെ വാല്യൂ അറിയാം. ന്യൂ റേഡിയസ് ആണ്. ഇവിടെ സർഫസ് ടെൻഷൻ സെയിം ആയിരിക്കും, റേഡിയസ് മാത്രമാണ് ചേഞ്ച് ആവുക. ഓക്കെ, സോ ന്യൂ റേഡിയസ് നമുക്ക് ഇതൊന്ന് കാണും. ഓക്കെ, ചെയ്യാം. ആദ്യത്തെ പ്രഷർ എത്രയായിരുന്നു? പി നോട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. പി നോട്ട് വോളിയം 4/3 പൈ ആർ ക്യൂബ് എന്ന് കൺസിഡർ ചെയ്യാം. ആൻഡ് P2 ഏതാ? 8 പി നോട്ട് ബൈ 27. 8 പി നോട്ട് ബൈ 27 ഇൻറ്റു 4/3 പൈ ആർ ഡാഷ് ക്യൂബ് ആണ്. ഓക്കെ, സോ 4/3 പൈ വെട്ടി. ഓക്കെ, പി നോട്ട് വെട്ടി. 8/27 ആണ്. നമുക്ക് ഈ ഫുൾ ടൈമിനെ നമുക്ക് ക്യൂബ് റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? 27/8 ആർ ക്യൂബിനെ 1/3 കൊണ്ട് ചെയ്താൽ ആർ ഡാഷ് ക്യൂബ് ഇനും 1/3 കൊണ്ട് ചെയ്താൽ എന്ത് കിട്ടും വെച്ചാൽ 3/2 ആറ് ആണെന്ത്? ആർ ഡാഷ്. ഓക്കെ, സോ ദി ന്യൂ റേഡിയസ് ഓഫ് ദി ബബിൾ ഈസ് 3/2 ആർ ആണ്. സോ നമുക്ക് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ പി ആക്ച്വലി എന്താണ്? 1/ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. സോ ന്യൂ ഡെൽറ്റ പി കാണണം. ഓക്കെ, ന്യൂ ഡെൽറ്റ പി 3/2 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ന്യൂ ഡെൽറ്റ പി ഡാഷ് എന്ന് പറയുന്നത്
ആദ്യത്തെ ഡെൽറ്റ പി ഇൻറ്റു 2/3 ആണ്. ഓക്കെ, 2/3 ആണ്. സോ ആദ്യത്തെ ഡെൽറ്റ പി എത്ര? 144 ആണ്. ഓക്കെ, വിച്ച് ഇസ് ആക്ച്വലി 2/3 ഇൻറ്റു 144. ഓക്കെ, which is actually 424/48. okay, which is 96. okay, 96 പാസ്കൽ അല്ലേ? പാസ്കൽ അല്ലേ? യെസ്, പാസ്കൽ. സോ 96 ആണ് എന്ത്? ന്യൂ എക്സസ് പ്രഷറിൻ്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഒരു ജെയ്മീൻസ് ലെവലാണ് ഞാൻ ഇതിനെ പറയാം. ഓക്കെ, വാരി വലിച്ച് എഴുതിയിട്ടുണ്ട് എന്നുള്ളൂ. പേപ്പർ 2 ക്വസ്റ്റ്യൻ നമ്പർ 14 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അവസാനത്തെ 4 ക്വസ്റ്റ്യൻസ് പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 14 ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം YDSയുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഈച്ച് ഓഫ് ദ 2 slits A and B ആസ് ഷോൺ ഇൻ ദ ഫിഗർ, എയും ബിയും ആണ് സ്ലിറ്റുകൾ, ആർ ഓസിലേറ്റിംഗ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ സ്ലിറ്റുകൾ സ്റ്റാറ്റിക് അല്ല, ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അബൌട്ട് ദർ ഫിക്സ്ഡ് സെന്റർ വിത്ത് ദ മീൻ സെപ്പറേഷൻ ഓഫ് 0.8 millimeter. 0.8 millimeter ആണ് മീൻ സെപ്പറേഷൻ. The distance between the slits at time t is given by d is equal to 0.8 plus 0.04 sin omega t millimeter. അപ്പോൾ ഒരു മീൻ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അത് ഓസിലേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞുള്ളത്. ഒമേഗയുടെ വാല്യൂ വന്നിട്ടുണ്ട് 0.08 radian per second. The distance of the screen from the slits is 1 meter. നമ്മുടെ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 1 meter ആണെന്ന് given ആണ്. And the wavelength of light used to illuminate the slits is 6000 angstrom. The interference pattern on the screen changes with the time while the central bright fringe, 0th fringe, remains fixed at point O. അതായത് ആ കാണുന്ന D എന്ന് പറഞ്ഞ സെപ്പറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് നമുക്കറിയാം. ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഫോർമുല എന്താ? ബീറ്റ ഇസ് ഈക്വൽ ടു d lambda divided by small d. ഈ കാണുന്ന സ്മോൾ d വേരിയബിൾ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബീറ്റയും വേരിയബിൾ ആവും. അതാണ് പറഞ്ഞുള്ളത്. The interference pattern on the screen changes with respect to time because of the variation in small d. അതിന്റെ സെൻട്രൽ ഫ്രിഞ്ച് മാറുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ റിമെയിൻസ് ഫിക്സ്ഡ് അറ്റ് പോയിന്റ് O. The 8th bright fringe above the point O, മുകളിലെ 8ാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ച്, oscillates with time between two extreme positions. The separation between these two extreme positions in micrometer is. അപ്പോൾ ഈ കാണുന്ന ഡിയുടെ വാല്യൂ കൂടുമ്പോഴും കുറയുമ്പോഴും ഇവിടെയുള്ള ഓരോരോ ബ്രൈറ്റിന്റെ പൊസിഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ബ്രൈറ്റും ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും. അത് നമുക്കൊരു ഓസിലേഷൻ ആയിട്ടാണ് വരിക. അങ്ങനെയാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ളത് 8th fringe oscillates with the time between two extreme positions. The separation between these two extreme positions in micrometer is. അപ്പോൾ 8th ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ 8th ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് y8 എന്നാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി 8d lambda divided by small d. Now ഈ കാണുന്ന y8ന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ d ആണ് വേരിയബിൾ കേട്ടോ. ഈ കാണുന്നതിൽ d ആണ് ഇവിടുത്തെ വേരിയബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി. അത് വേരിയബിൾ ആയതുകൊണ്ട് തന്നെയാണ് y വേരിയബിൾ ആകുന്നത്. അപ്പോൾ അതിന്റെ ഏറ്റവും മാക്സിമം എന്ന് പറയുമ്പോൾ 8d lambda divided by ഡിയുടെ ഏറ്റവും മിനിമം വാല്യൂ ആണ് അവിടെ വരിക. കാരണം ഡിനോമിനേറ്റർ ചെറുതാകുമ്പോൾ y വലുതാവും. Now y8th പൊസിഷനിലുള്ളതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 8d lambda divided by d മാക്സിമം. ഈ ഡിയുടെ മാക്സിമം മിനിമം വാല്യൂസ് എന്ന് പറയുന്നത് d മാക്സിമം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കണേ, ഇതാണ് ഡിയുടെ ഇക്വേഷൻ. ഇതിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 0.8 പ്ലസ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 0.04 എന്ന് വെച്ചാൽ 0.84 millimeter. അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 0.8 നിന്ന് 0.04 സബ്ട്രാക്ട് ചെയ്താൽ 0.76 millimeter. ആ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്ട്രീം പൊസിഷൻസിന്റെ ഇടയിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടും. സോ ചേഞ്ച് ഇൻ y8 എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് 8d lambda. നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1/d minimum minus 1/d maximum. That means 8d lambda into d max minus d minimum divided by d minimum into d maximum. അവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാം മില്ലിമീറ്ററിലാണ്. 8 into capital D1 lambda 6000 angstrom 6 into 10⁻⁻⁷. ഈ കാണുന്ന ഡിഫറൻസസ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് 0.08 millimeter which is 10⁻⁻3. ഇവിടെ 0.84 into 10⁻⁻3, 0.76 into 10⁻⁻3. So this is 8 into 6 48
into 10 raised to minus 7 into 8 divided by 10 raised to minus 3 അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് ഇതങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് താഴെ 84 into 76 into ഇവിടെ നമ്മൾ 0.08നെ അവിടെ ഒരു 10 raised to minus 2 വരും. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 raised to minus 2 minus 3യും കൂടെ 10 raised to minus 5 ആണ് ഉണ്ടാവുക. സോ ഈ കാണുന്ന കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീം പൊസിഷൻസ് 8th ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ 8 എക്സ്ട്രീം പൊസിഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസസ് നമുക്ക് ഇങ്ങനെ ചുരുക്കി വരും. 48 ഇൻറ്റു വീണ്ടും ഒരു 8 ഉണ്ട്, താഴെ 84 ഇൻറ്റു 76 ഇൻറ്റു 10 പവറിൽ -7 -5 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് -2. Now ഇത് നമുക്ക് കൂടെ സിംപ്ലിഫൈ ചെയ്യാം. 84ഉം 8ഉം കൂടെ 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് 2 ആൻഡ് ദിസ് ഈസ് 21. ദിസ് ഈസ് 21. Now 21ഉം 48ഉം കൂടെ 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 16 ആൻഡ് ദിസ് ഈസ് 7. ഇവിടെ നമുക്കൊരു 4 വെച്ച് കട്ട് ചെയ്യാം. ഒരു 4 ഇത് 19. സോ ദിസ് ഈസ് 8 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 19. 70 70 7 9 63 7 63 133 ഇൻറ്റു 10 raised to minus 2. ഇത് കൃത്യമായി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈക്രോമീറ്ററുള്ള ആൻസർ ആണ് വേണ്ടത്. അപ്രോക്സിമേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1.33 എന്നെടുത്ത് 4/3 ഒക്കെ എടുത്ത് ചെയ്യാം. പക്ഷേ ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റ്യനും കൂടെയാണ്. അതുകൊണ്ട് കൃത്യം ആൻസർ സെക്കൻഡ് ഡെസിമൽ വരെ വേണം. സോ ദിസ് ഈസ് 601.50 മൈക്രോമീറ്റർ. ഓക്കെ, സോ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്പറിലേക്കാണ് വരിക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ടേക്ക് ഇറ്റ് 800 10 raised to minus 4 അവിടെ കൊടുത്തിട്ട് ഡിവൈഡഡ് ബൈ 133 ചെയ്ത് കഴിഞ്ഞാൽ 6 600 3 18 3 18 198. സോ 798 ഒരു 2 മാത്രമാണ് ബാക്കി ഉണ്ടാവുക. 2ൽ 0 കൊടുത്താൽ ഒന്നും സംഭവിക്കില്ല. സോ 0 വീണ്ടും ഒരു 0 കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോവും. ഓക്കെ, സോ ദിസ് ഈസ് 133. അപ്പോൾ ബാക്കി 67 ഉണ്ടാവും. 670ൽ 5 ടൈംസ്. സോ 500 5 30 665. ദാറ്റ് മീൻസ് വീണ്ടും ഒരു 5 ആണ്. ഇവിടെ ഒരു 0 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. സോ സ്റ്റിൽ 0. സോ ഇതാണ് ആ നമ്പർ. യു ഗെറ്റ് ദ ആൻസർ 601.50 മൈക്രോമീറ്റർ. മൈക്രോമീറ്ററിലാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ന്യൂമറിക്കൽ വാല്യൂ ആണ്. അടുത്ത അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. യെസ്, അതേ പാരഗ്രാഫ് തന്നെയാണ് വീണ്ടും തന്നിട്ടുള്ളത്. അവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ സെയിം പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ. അതിൽ ഫൈനൽ അതിലെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 15. ദ മാക്സിമം സ്പീഡ് ഇൻ മൈക്രോമീറ്റർ പെർ സെക്കൻഡ് അറ്റ് വിച്ച് ദ 8th ബ്രൈറ്റ് ഫ്രിഞ്ച് വിൽ മൂവ്. സോ ഈ ബ്രൈറ്റ് ഫ്രിഞ്ച് മൂവ് ചെയ്യുന്ന എക്സ്ട്രീം പൊസിഷൻസിന്റെ ആ ഒരു സെപ്പറേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് മൂവ് ചെയ്യുന്ന മാക്സിമം സ്പീഡ് എത്രയാണ്? സോ ഇതും ഓസിലേറ്റ് ചെയ്യുകയാണ്. സോ ഓസിലേഷനിൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് Δy8 എന്ന് പറയുന്നത് 601.50 മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 2 times ദ ആംപ്ലിറ്റ്യൂഡ്. ഈ കാണുന്ന 8th ബ്രൈറ്റ് ഫ്രിഞ്ച് ഓസിലേറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡിന്റെ 2 times. കാരണം എക്സ്ട്രീംസ് ടു എക്സ്ട്രീം ആണത്. -a to +a ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓസിലേഷനിലെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് a ഒമേഗ. അത് ഓസിലേറ്റ് ചെയ്യുന്നതും ഡെഫിനറ്റ്ലി ഈ സ്ലിറ്റ് ഓസിലേറ്റ് ചെയ്യുന്ന അതേ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും ഫ്രിഞ്ച് ഓസിലേറ്റ് ചെയ്യുന്നതിന് ഉണ്ടാവുക. സോ അതുകൊണ്ട് a എന്ന് പറയുന്നത് 601.5 divided by 2 into omega is 0.08 radian per second എന്ന് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. 0.08 radian per second. Now ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ this is 300.75 into 0.08. Of course this is in micrometer per second. കാരണം ആംപ്ലിറ്റ്യൂഡ് മൈക്രോമീറ്ററിലും ഒമേഗ റേഡിയൻ പെർ സെക്കൻഡിലാണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോമീറ്റർ പെർ സെക്കൻഡ്. സോ ദിസ് ഈസ് ആക്ച്വലി 3.0075 into 8 എന്നാക്കി കഴിഞ്ഞാൽ ദിസ് ഈസ് 24. അത് മതി. അവിടുന്ന് അങ്ങോട്ട് 2 ഡെസിമൽ പ്ലേസിലും നമ്പേഴ്സ് ഉണ്ടാവില്ല. സോ ദാറ്റ് മീൻസ് ദ റൈറ്റ് ആൻസർ ഈസ് 24 മൈക്രോമീറ്റർ. ഓക്കെ, സോ 24 മൈക്രോമീറ്റർ പെർ സെക്കൻഡ് അതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരിക. സോ ദ മാക്സിമം വെലോസിറ്റി ഓഫ് ദ 8th ബ്രൈറ്റ് ഫ്രിഞ്ച് ഈസ് 24 മൈക്രോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അത് രണ്ടാമത്തെ പാർട്ട് കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാം. അടുത്ത പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ 16 and 17 വരുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം സ്പ്രിംഗ് ഉണ്ട്, കൊളീഷൻ ഉണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. 2 particles 1 and 2 each of mass m are connected by a massless spring and are on a horizontal frictionless. So massless spring ആണ്, horizontal frictionless plane ആണ് as shown in the figure. Initially the 2 particles with their
center of mass at x0, ഇതിന്റെ center of mass x0 ലാണ്, are oscillating with an amplitude a and angular frequency omega. Thus, their positions at time t are given by x1 of t equal to x0 plus d plus a sin omega t. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിന്റെ ഇക്വിലിബ്രിയം അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ആണ് x0 എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരു d ഡിസ്റ്റൻസിലാണ് ഈ പാർട്ടിക്കിൾ ഉള്ളത്. അതൊരു a ആംപ്ലിറ്റ്യൂഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തത് x2 of t is equal to, so first one ഇന്റത് x0 plus d plus a sin omega t, രണ്ടാമത്തിന്റെ x0 minus d minus a sin omega t respectively, where d is greater than 2a. അതെന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഓസിലേറ്റ് ചെയ്ത് ഇവിടെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ഇവിടെ, അവിടെ നിന്ന് അപ്പുറമായിട്ടാണ് പാർട്ടിക്കിൾസ് ഉള്ളത്. അത് ഓസിലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് മുട്ടാൻ പാടില്ല. അതുകൊണ്ട് ഈ കാണുന്ന ഡിസ്റ്റൻസ് 2a എന്ന് പറയുന്ന ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഓപ്പോസിറ്റ് ആംപ്ലിറ്റ്യൂഡുകളെക്കാളും വലിയ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും പരമാവധി അടുത്തേക്ക് വന്നാലും മുട്ടുന്നില്ല ഒന്ന് ഉറപ്പുവരുത്താൻ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 2a. Okay, now particle 3 of mass m, same mass തന്നെയാണ്, each of mass m. So ഇതിന്റെ mass m ആണ്, moves towards the system with a speed u0 which is equal to a omega by 2 and undergoes instantaneous elastic collision with the particle 2. സ്വാഭാവികമായിട്ടും 3 ഇവിടെ നിന്നാണ് വരുന്നത്, ഈ പാർട്ടിക്കിൾ ആയിട്ടാണ് കൊളൈഡ് ചെയ്യുക. ഓക്കെ, at time t0, ആ ടൈം ആണ് t0. Finally, particles 1 and 2 acquire a center of mass speed. അപ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സെന്റർ ഓഫ് മാസിന് സ്പീഡ് ഇല്ല. പക്ഷേ പുറത്ത് നിന്ന് ഒരാൾ വന്ന് ഇടിക്കുമ്പോൾ മൊമെന്റം എക്സ്ചേഞ്ച് ഉണ്ടാവും. അതോടുകൂടി ഈ സിസ്റ്റത്തിന് ഒരു മൊമെന്റം കിട്ടും. ദാറ്റ് മീൻസ് ദ സെന്റർ ഓഫ് മാസ് വിൽ ഹാവ് എ വെലോസിറ്റി. At time, okay, finally particles 1 and 2 acquire a center of mass speed vcm and oscillate with amplitude. Okay, center of mass speed vcm and oscillate with amplitude b and the same angular frequency omega. കാരണം angular frequency ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. That will be 2.m/k എന്നുള്ളതിൽ ആണ് വരിക ഇവിടെ. യെസ്, അതിനനുസരിച്ച് തന്നെയാണ് വരിക. ഓക്കെ, now if the collisions occurs at time t, okay, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 16ലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊളീഷൻ ഒക്കർ ചെയ്യുന്ന ടൈം t0 ആണെങ്കിൽ the value of vcm by a omega will be. So at t equal to 0, അതായത് ടൈം t0 എന്നത് 0 ആണെങ്കിൽ ഇവരുടെ പൊസിഷൻസിന്റെ പ്രത്യേകത നോക്കണേ. ഇവരുടെ പൊസിഷൻസ് നമുക്ക് കൃത്യമായിട്ട് ആ സമയത്തുള്ള ഒന്ന് മാർക്ക് ചെയ്യാം. x1 എന്ന് പറയുന്നത് എന്തായിരിക്കും നോക്കണേ. x1 എന്ന് പറയുന്നത് x0 പ്ലസ് d പ്ലസ് a സൈൻ ഒമേഗ ടി. ടി 0 ആയി കഴിഞ്ഞാൽ സൈൻ ഒമേഗ ടി 0 ആകും. സോ ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് x1 ഈസ് x0, അയ്യോ അതല്ല, അപ്പുറത്തുള്ളതാണ് x1. x1 ഈസ് x0 പ്ലസ് d. അതേസമയം x2 എന്ന് പറയുന്നത് നോക്കണേ, x0 മൈനസ് d മൈനസ് a സൈൻ ഒമേഗ ടി. സോ മൈനസ് a സൈൻ ഒമേഗ ടി 0 ആയിട്ട് മാറും. സോ ദിസ് ഈസ് x0 മൈനസ് d, അതായത് x0 അപ്പുറം d ഇപ്പുറം d. ഓക്കെ, നൗ അത് അതിന്റെ ഓസിലേഷൻ ആണല്ലോ. ഓസിലേഷന്റെ a സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഫംഗ്ഷനും കൂടി ആകുമ്പോൾ അത് അതിന്റെ മെയിൻ പൊസിഷൻ ആണ്. ദാറ്റ് മീൻസ് ദ വെലോസിറ്റി ഈസ് നോട്ട് 0, വെലോസിറ്റി അതിന്റെ മാക്സിമത്തിലായിരിക്കും. നൗ ഇതിന്റെ വെലോസിറ്റി ഓഫ് കോഴ്സ് ലെഫ്റ്റ് സൈഡിലേക്കും ഇതിന്റെ വെലോസിറ്റി റൈറ്റ് സൈഡിലേക്കുമാണ്. നോക്കണേ, വെലോസിറ്റി നമുക്ക് വേണമെങ്കിൽ x1 ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മനസ്സിലാവും. x0 പ്ലസ് d കോൺസ്റ്റന്റ് ആണ്. a സൈൻ ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ് a കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടി. 0 ആയി കഴിഞ്ഞാൽ a ഒമേഗ വെലോസിറ്റി ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് ഉണ്ടാവും. സോ v1 is equal to a omega. ഇതിന്റെ വെലോസിറ്റി v2 വെലോസിറ്റി ഇതാ അവിടെ നോക്ക്. ഇതിൽ സബ്ട്രാക്ട് ആ കാണുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ x0 പ്ലസ് ഡി മൈനസ് എ സൈൻ ഒമേഗ ടി. x0 പ്ലസ് ഡി കോൺസ്റ്റന്റ് ആണ്, അത് ഒഴിവാക്കിയിട്ട് മൈനസ് ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് അതിന്റെ അർത്ഥം v2 മൈനസ് എ ഒമേഗ. അതിന്റെ അർത്ഥം അത് ലെഫ്റ്റ് സൈഡിലേക്കാണ്, അത്രേ ഉള്ളൂ. ഇയാൾ വരുന്ന സ്പീഡ് എത്രയാ? ഇയാൾ വരുന്ന സ്പീഡ് u0ന്റെ വാല്യൂ അതും തന്നിരിക്കുന്നത് എ ഒമേഗയുടെ ടേംസിലാണ്. This is a omega by 2 എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ രണ്ടുപേരുടെയും വെലോസിറ്റിയുടെ നേർപകുതിയാണ് മൂന്നാമത്തെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. Now what happens after instantaneous elastic collision having same mass? രണ്ടിന്റെയും മാസ് സെയിം ആണ്, അതേ മാസ് തന്നെയാണ് ഇവിടെയും. That means they exchange their velocities. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റന്റില് ഈ കൊളീഷൻ കഴിയുന്ന ഇൻസ്റ്റന്റില് ഇയാളുടെ വെലോസിറ്റി എ ഒമേഗ ബൈ 2 ഉള്ളത് അങ്ങോട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ ഇയാളുടെ വെലോസിറ്റി എ ഒമേഗ ബൈ 2 ആവും. ഇയാളുടെ വെലോസിറ്റി യാതൊരു മാറ്റമില്ല, ഇറ്റ്സ് എ ഒമേഗ. ഇയാളുടെ വെലോസിറ്റി നേരെ റിവേഴ്സ് ആയിട്ട് ഇത് ഇങ്ങോട്ട് കൊടുക്കും. ദാറ്റ് വിൽ ബി എ ഒമേഗ. അവിടെ വെലോസിറ്റി എക്സ്ചേഞ്ചുകൾ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് VCM. നോക്കണേ, നമുക്ക് വേണ്ടത് VCM ബൈ എ ഒമേഗയാണ്. VCM എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റിയാണ്. ആരുടെ? ആ പറയുന്ന സിസ്റ്റത്തിന്റെ. ഓക്കെ,
പാർട്ടിക്കിൾ 1 and 2 അക്വയർ എ സെന്റർ ഓഫ് മാസ് വെലോസിറ്റി. ഇതാ ഈ സിസ്റ്റം മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. ഇതാ ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ സോ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് നമുക്കറിയാം m1 v1 plus m1 v1 plus m2 v2 divided by m1 plus m2. രണ്ട് മാസുകളും ഈക്വൽ ആയതുകൊണ്ട് സിംപ്ലി v1 plus v2 divided by 2. സോ a omega by 2 plus a omega whole divided by 2. omega by 2 plus a omega എന്ന് പറഞ്ഞാൽ 3a omega by 2 which is 4. ഇതാണ് VCM. നമുക്ക് വേണ്ടത് VCM divided by a omega ആണ്. a omega ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ VCM divided by a omega is 3/4. ഡെസിമലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് 0.75. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. ഓക്കെ, സോ സെന്റർ ഓഫ് മാസ് വെലോസിറ്റി ഡിവൈഡ് ബൈ എ ഒമേഗ ഇസ് 0.75. അതാണ് ആൻസർ. 2 ഡെസിമലുള്ള അതിന്റെ അപ്പുറത്തേക്ക് പോകാനുമില്ല. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന്റെ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്ന പാരഗ്രാഫിന് യാതൊരു മാറ്റമില്ല. സെയിം ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ വരെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അതേസമയം അതിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് കൊളീഷൻ ഒക്കേഴ്സ് അറ്റ് ടൈം t0 equal to pi by 2 omega. That means ഒമേഗ t0 എന്ന് പറയുന്നത് ആ ഒമേഗ ലെഫ്റ്റിലേക്ക് എടുത്താൽ യു ഗെറ്റ് ഇറ്റ്സ് pi by 2. അത് pi by 2 ആണ്. Then the value of 4b square by a square will be. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, 4b square by a square. അതിൽ a എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന ഇക്വേഷൻസിലൊക്കെ a കാണുന്നുണ്ട്. വാട്ട് വാസ് b എന്ന് പറയുന്നത് എന്തായിരുന്നു? അവിടെ തന്നിരിക്കുന്നത് ആ കൊളീഷന് ശേഷം അതിന്റെ ഓസിലേഷൻ, സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഓസിലേഷൻ അതിന് സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി അക്വയർ ചെയ്യും. അങ്ങനെ വന്ന് ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. ആ ആംപ്ലിറ്റ്യൂഡ് b ആണ്, ആ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ ആണ് b എന്ന് പറയുന്നത്. സോ 4b square by a square ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പൊസിഷൻസും അതിന്റെ വെലോസിറ്റികളും നമുക്കൊന്ന് പറയാം. ഈ കാണുന്നത് pi by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീം പൊസിഷൻസ് ആണ്. സോ ദാറ്റ് മീൻസ് x1 is equal to x0 plus d plus a. ഓക്കെ, x0 plus d plus a sin omega t അവിടെ a വരും. Now x2 എന്ന് പറയുന്നത് x0 minus d മൈനസ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അതിന്റെ ഏറ്റവും എക്സ്ട്രീം പൊസിഷനിലാണ് നിൽക്കുന്നത്. അതിന്റെ അർത്ഥം ഇതിന്റെ വെലോസിറ്റി v1 equal to 0, ഇതിന്റെ വെലോസിറ്റി v2 is equal to 0. ഓക്കെ, രണ്ടുപേരും ആ സമയത്ത് റെസ്റ്റിലാണ്. എന്നാൽ ഇത് വന്നുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി a omega by 2, അതിൽ യാതൊരു മാറ്റവും ഇല്ലാതാ. u0 equal to a omega by 2. So what happens after collision? ആ കൊളീഷന് ശേഷം എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഓഫ് കോഴ്സ് they exchange their velocities. അപ്പോൾ ഈ കാണുന്നത് ഇവർ തമ്മിലാണ് കൊളീഷൻ നടക്കുന്നത്. എക്സ്ചേഞ്ച് ദ വെലോസിറ്റീസ് എന്ന് പറഞ്ഞാൽ ദിസ് തേർഡ് മാസ് ബിക്കംസ് റെസ്റ്റ് ആൻഡ് ഇതിന്റെ വെലോസിറ്റി a omega by 2, ഇതിന്റെ വെലോസിറ്റി 0 തന്നെ, അതും റെസ്റ്റിലാണ്, അതിൽ മാറ്റമില്ല. പക്ഷേ നമുക്ക് ഇതിന്റെ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സെയിം മാസുകളാണെങ്കിൽ v1 plus v2 by 2 അല്ലേ. ദാറ്റ് മീൻസ് ഇറ്റ്സ് a omega by 4. ഓക്കെ, അതിന്റെ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി a omega by 4. ഇനി നമ്മൾ സെന്റർ ഓഫ് മാസിനെ വിത്ത് റെസ്പെക്ട് ടു ആണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ഫിഗർ ഞാൻ ഒന്നുകൂടെ വലുതാക്കി വരയ്ക്കാം. വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ്, സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് a omega by 4 ആണ്. അപ്പൊ ഈ പാർട്ടിക്കിളിന്റെ വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ് വെലോസിറ്റി എന്തായിട്ട് മാറും? ദിസ് വിൽ ബി a omega by 2 minus a omega by 4, വിച്ച് മീൻസ് a omega by 4. ഓക്കെ, അതേപോലെ ഇതിൻ്റെത് 0 minus a omega by 4, വിച്ച് മീൻസ് മൈനസ് a omega by 4. അതിൻ്റെ അർത്ഥം വെലോസിറ്റികൾ ശ്രദ്ധിക്കണേ, വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ് ഇയാളുടെ വെലോസിറ്റി a omega by 4 റൈറ്റിലേക്ക്, അതുപോലെ ഇയാളുടെ വെലോസിറ്റി മൈനസ് ഉള്ളതിൻ്റെ അർത്ഥം ലെഫ്റ്റിലേക്ക്. സോ a omega by 4 ലെഫ്റ്റിലേക്ക്. അതാണ് വെലോസിറ്റി. നൗ മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നേരത്തെ ഫിഗറിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും മീൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x0 plus d യും x0 minus d യും ആണ്. ആ മീൻ പൊസിഷനിൽ നിന്ന് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് pi by 2 omega ടൈമിൽ എക്സ്ട്രീം പൊസിഷനിലാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ ഈസ്, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഈ മീൻ പൊസിഷൻ, ഈ കാണുന്ന ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്
ഇതിൻ്റെ പൊസിഷൻ നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ കാണുന്ന ഇതിൻ്റെ റൈറ്റിലേക്കുള്ള എടുത്താലും മതി. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x0 പ്ലസ് ഡി പ്ലസ് എ. അതായത് ഫോർ ദിസ് പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ മെയിൻ പൊസിഷൻ എപ്പോഴും, അതിൻ്റെ മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ x0 പ്ലസ് ഡി ആണ്, എ സൈൻ ഒമേഗ ടി ആണ് ഓസിലേഷൻ. സോ അതിൻ്റെ മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇറ്റ്സ് എ. അങ്ങനെയാണെങ്കിൽ മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം, വെലോസിറ്റിയും അറിയാം, എങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. അതെന്താ ഫോർമുല? v ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എ ഒമേഗ ബൈ 4 ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഇവിടത്തെ ഈ സിറ്റുവേഷനിലെ ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു നമ്മൾ ബി എന്ന് പറഞ്ഞത്, ബി സ്ക്വയർ മൈനസ് ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ അത് എ, അതിൻ്റെ സ്ക്വയർ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 4b സ്ക്വയർ ബൈ എ സ്ക്വയർ. അത് ഓർമ്മ വേണം. ഒമേഗ നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഒമേഗ ക്യാൻസൽ ചെയ്ത് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്താൽ എ സ്ക്വയർ ബൈ 16 ഈസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ആ എ സ്ക്വയറും കൂടെ അങ്ങ് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 1 ബൈ 16 വിച്ച് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ. ദാറ്റ് മീൻസ് എ സ്ക്വയർ ഈസ് ഇൻറ്റു 17 ബൈ 16 ഈസ് ബി സ്ക്വയർ. നമുക്ക് വേണ്ടത്, ശ്രദ്ധിക്കണേ, നമുക്ക് വേണ്ടത് 4b സ്ക്വയർ ബൈ എ സ്ക്വയർ. ഈ 16 ഒരു 4 അങ്ങോട്ട് വെച്ചാൽ 4b സ്ക്വയർ, ഈ എ സ്ക്വയറും കൂടെ റൈറ്റ് സൈഡിലേക്ക് വരും. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ, അപ്പോൾ 17 ഡിവൈഡഡ് ബൈ 4 ആണ് ഉണ്ടാവുക. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് കിട്ടിയ ആൻസർ. 17 ബൈ 4 എന്ന് പറഞ്ഞാൽ 4.25. സോ പേപ്പർ 2-ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വരുന്നത്. 4.25. വൺസ് അഗൈൻ സെക്കൻഡ് ഡെസിമലിനോട് കൂടി അതിൻ്റെ ഉത്തരം അവസാനിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ പിന്നീടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. താങ്ക് യു ഫോർ ലിസണിങ്.